ആവട്ടെ, വേഗം അടുപ്പിരുന്ന് വേഗമായിട്ട്. ആ വാ വാ വാ. കണ്ടാ, നല്ല ഒന്നാം തരം ചെമ്മീനാണ്. ആ വാര് വാരന്ന്. ആ ദാമിതേ, കണ്ടാ, ഞാൻ ബോട്ടിൽ കയറിയപ്പോ ഇത്രയെങ്കിലും മീൻ കിട്ടിയില്ലേ? പൊന്നാണിത്, പൊന്ന്. വാരിട്ടാ വാരന്ന്. ഇറങ്ങി വാ. നിന്നോടാ പറഞ്ഞു ഇറങ്ങി വരാൻ. എണ്ണീക്കടാ കഴിവുള്ള മോനെ. ആര് പറഞ്ഞതാ ബോട്ടിൽ കയറാൻ? ആര് പറഞ്ഞ? വെട്ടുകാടൻ. വെട്ടുകാടൻ അവൻ ആരാ? നിന്റെ തന്തയാ അതോ ചാത്തൻകുളയുടെ ദിവാൻ ബഷ്കാരാ? വെട്ടുകാരനെ ചാത്തൻകുളനെ മുഴുവൻ അങ്ങനെ അങ്ങോട്ട് ഏറ്റെടുക്കണ്ട. ഇവിടെ ഏതൊക്കെ ബോട്ടിൽ ആരൊക്കെ പണിക്ക് കയറണമെന്ന് ഈ വേലായുധം തീരുമാനിക്കും. അല്ലെങ്കിൽ എന്റെ മോൻ രാഘവൻ ഇവൻ തീരുമാനിക്കും. വെട്ടുകാരുടെ ടിക്കറ്റിൽ ആര് ബോട്ടിൽ പണിക്ക് കയറിയാലും ഞങ്ങൾ പാഠം പഠിപ്പിക്കും. രാഘവ, ഒന്നാം പാഠം തുടങ്ങടാ. തുടങ്ങാ പണി. ഇവിടെ ആർക്കെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ കൊല്ലടാവനെ. കൊല്ലാൻ, വെട്ടുകാടനെ വെല്ലാൻ നീയൊക്കെ വളർന്നോ? വളർന്നോടാ പാട്ടി. തിരിച്ചടിക്കണം. വെട്ടുകാടനെ അടിക്കാൻ. പണിക്കും എടുക്കര് ബോട്ടി പണി ചെയ്യും. അതിനാർക്കും നിന്റെ വക്കാലത്ത് വേണ്ട. പിന്നെ ഇതുപോലെ നീ എന്തെങ്കിലും കണ്ടാൽ അഴിയുമല്ലാത്തിനെയും ഞാൻ. മനസ്സിലായോ? അവനെടുത്തോണ്ട് വാടാ. ഗുണ്ടാപ്പണി ആർക്കും ചെയ്യാൻ രസായി സാറേ. പക്ഷേ എന്തിനു വേണ്ടി ചെയ്യുന്നു അവിടെയാണ് അതിന്റെ പോയിന്റ്. അതിപ്പോ വേലായുധനെ രാഘവനെയൊക്കെ നമുക്കറിയാലോ. രണ്ടു നേരം കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത പാവങ്ങളെ പിഴിയാൻ വെട്ടുകാടനെ കിട്ടുകയില്ല. അങ്ങനെ ആരെ കൊണ്ട് സമ്മതിപ്പിക്കുകയില്ല, താൻ ഉൾപ്പെടെ. ആശാൻ ഇപ്പോഴേ ഫിറ്റ്, ഇനിയും വലിച്ചു കേട്ടണ്ട. ഓടാ. അല്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോ മതിയടാ. ആശാനൊക്കെടുത്ത് വെട്ടുവോ നീ? അല്ലേ, ആശാൻ കാണാതെ കുടിക്കുന്നത് അങ്ങേരോടുള്ള ആദരവ്. നിങ്ങളെയും അതുപോലെ കാണേണ്ട കാര്യം എനിക്കില്ല. അതിന്റെ ആവശ്യവുമില്ല. എടാ പപ്പ, നീയൊക്കെ പാത്തും പതുങ്ങിയും കണ്ണു മോന്തി തെന്നി തെറിച്ച് നടക്കുന്നതേ ആ മനുഷ്യന്റെ കാശുകൊണ്ടാ. ദിവസം 3 നാഴി അരിയും 5 കിലോ മാട്ടിറച്ചിയും 6 കോഴി എന്നൊക്കെ കേൾക്കാൻ നല്ല സുഖവാ. ഞാനും എന്റെ മോൾ അനുഭവിക്കേണ്ട കാശാ നീയൊക്കെ കള്ളും കാടിയായിട്ട് ഉള്ളിലോട്ടങ്ങ് ഇറക്കുന്നത്. ഓ, ഈ അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ വല്ലതും പറഞ്ഞ കൂടി പോവും. കണ്ടോ,
ഞാൻ പോണോ ആശാനെ? ആ ഒന്നുമില്ല, ഞാൻ പോണു. സംഗതി മുഴുമിക്കാൻ അങ്ങോട്ട് പോയാലോ പപ്പാ? താൻ മുഴുങ്ങോ വിഴുങ്ങോ എന്ത് വേണേ ചെയ്യും, ഞാൻ പോവാ. എന്താ കാര്യം? ആ തള്ള തീറ്റ പണ്ടാരങ്ങളുടെ ലിസ്റ്റ് പറയാൻ തുടങ്ങി. പിന്നെ പറയണ്ടേ, മൂവത്തേക്ക് തുടങ്ങിയ പപ്പാസും കന്നാസുമായിട്ട് വെളുപ്പാങ്കാലാവുമ്പോഴെങ്കിലും ഒന്ന് നിർത്തണ്ടേ? ഞാൻ പോയിക്കോളാം. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വന്ന് പറഞ്ഞില്ലെങ്കിലേ അപ്പുറത്ത് ഞാനും എന്റെ മോളും ഉള്ള കാര്യം നിങ്ങൾ അങ്ങ് മറക്കും. അവക്ക് ഗുളിയും കയറിയിരിക്കുക, നിങ്ങളവിടെ ഇല്ല, നേരം കുറെ ആയില്ലേ, പോയേക്കാം. ആ തിരക്കാൻ മറന്നു. ഭരതൻ അവനിനി വരുമെന്ന് തോന്നുന്നില്ല. ഇത് 2ാം വർഷം അവൻ ഇറങ്ങിപ്പോയിട്ട്. ആരെയും കത്തി ചങ്കെ കുത്തി ഇറക്കിയാലും ഇത്രയും വേദന കാണില്ലായിരുന്നു. ഞാൻ തിരക്കുന്നുണ്ട് എന്റെ വഴിക്ക്. ഒന്നുമില്ലേ, എവിടെ ഉണ്ടെന്നെങ്കിലും അറിയാമല്ലോ. ഒന്നേ നമ്മള് അല്ലേൽ അവൻ, രണ്ടിലൊന്ന് ഇന്നിവിടെ അറിയണം. രണ്ടിലൊന്നെന്നൊക്കെ പറയാൻ എളുപ്പമാ. അച്ഛൻ കണ്ണു തുറന്ന് നോക്ക്, ചാത്തൻ കോളനി മുഴുവൻ അയാളുടെ കൂടെ നിൽക്കും, പോലീസും പട്ടാളവും ഉൾപ്പെടെ എല്ലാം. ഞാൻ ചോദിക്കട്ടെ, തിളച്ചിളകി നിൽക്കുന്ന അച്ഛന് ഇപ്പൊ അയാളെ പോയി വെട്ടാമോന്ന്? പറ്റില്ല. ഇപ്പൊ നമുക്കെന്നല്ല ആർക്കും. ഞാൻ പറയട്ടെ വേലായുധേട്ടാ, കൈമിടുക്കും പിൻബലവും വെച്ച് നോക്കിയാ വെട്ടുകാരനെതിരായിട്ട് ആരുമില്ല ഇവിടെ. പിന്നത്തെ പണി ചന്തുവിന്റെ വകുപ്പാ, ചതി. അതിന് പറ്റിയത് ഒരുത്തനെയുള്ളൂ കോളനിയില്. അണലി തോമ. എത്ര നേരം? 8 കഴിഞ്ഞു. നേരം വെളുത്തല്ലേ? ഒരൊറ്റ ചവിട്ട് വെച്ചെന്നാണല്ലോ. എടാ എണീക്കാൻ. എന്നതിനാ? അതൊക്കെ പറയാം. കാര്യം പ്രശ്നമല്ലോ? ആ പ്രശ്നം തന്നെ. എന്താ പേടിയുണ്ടോ? പേടിയുണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. എങ്കിൽ അത് മാറ്റാനുള്ള പണി ആദ്യം ചെയ്യാം. കോളൊക്കുന്ന പണിയാടാ, നിനക്ക് ചെയ്യാൻ പറ്റുമോ? വരമ്പ് നിർത്താതെ കാര്യം പറയേ. പറയാം. ആദ്യം നീ 2 വിട്. നാളെ അവൾക്ക് സ്വർണം എടുക്കണം. വെട്ടിനും കുത്തിനും ഇടയില് അത് മറക്കരുത്. ഞാൻ പറഞ്ഞത് കേട്ടോ? സ്വർണവും പണ്ടവും ഒക്കെ പിന്നെ. നാളെ കാസർഗോഡ് വരെ പോണം. ഭരതൻ അവിടെ ഉണ്ടെന്ന് ഞാൻ അപ്പോഴേ കരുതിയതാ. ഈ മനുഷ്യന് അസത്തിനെ പറ്റിയ വിചാരമുള്ളൂ. ഞാനും എന്റെ മോള് എവിടെ പോയി ചത്താലും ഇങ്ങനെ തിരിഞ്ഞു നോക്കത്തില്ല. എപ്പോ നോക്കിയാലും ഭരതൻ. എന്നിട്ട് എന്തായി? അച്ഛന്റെ മുഖത്തടിച്ചവൻ ഒഴിച്ചോടിയോ? നീ ഒറ്റയാള് കാരണമാ. നിന്റെ ആട്ടും തുപ്പും കേട്ട് മടുത്തിട്ടാ അവൻ. ആമ്പറന്നോനെ, 2 കുത്തുകൊണ്ട് മടുത്തിട്ട് അവൻ ഒളിച്ചോടിയില്ലെങ്കിൽ ഇനി അവൻ തിരിച്ചു വരില്ല. കാര്യം ഈ പദ്മാക്ഷിക്ക് ജീവനുണ്ടെങ്കിൽ അവൻ ഈ പഠിക്കാത്ത ഞാൻ കേട്ടില്ല. വേലായുധനെ വെട്ടിക്കൊന്നു. ആശാന്റെ പയ്യനാ. ഇന്നലെ ബോട്ടിൽ പണിക്കേറിയ ജോണി. എവിടാ സംഭവം? കായൽക്കരയില്. അവന്റെ ജീവൻ ഞങ്ങൾ എടുക്കും. ആശാനോട് പറഞ്ഞിട്ടാകാമെന്ന് വെച്ചിട്ടാ. അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയും കുത്തിയും പ്രശ്നം പരത്തണ്ട. ഞാൻ വരിക. ഈ രാത്രിയിൽ അച്ഛൻ എങ്ങോട്ടും പോവണ്ട. അല്ലേ തന്നെ ഇവിടെ. എനിക്ക് വേണ്ടി ആരും തീരുമാനിക്കണ്ട. ഇഷ്ടമുള്ളപ്പോ ഇഷ്ടമുള്ളിടത്ത് പോവും വരും. വാതിലടച്ചോ. വരാ. നീ പിള്ളേരെ ആരേലും പറഞ്ഞു വിട്ട് ആ പപ്പനെ മൂസയെ ഒന്ന് വിളിപ്പിക്കേ. ഇങ്ങനെ ഒരു കളി അല്ലേടാ? അതെ. ഒരു കരയിലുള്ള നമ്മൾ തമ്മില് ഇനി ഒരു വഴക്ക് വേണോ വെട്ടുകാരാ? അല്ല, ഇത്രയും ചെറിയ ഈ കോളനിയിലെ എന്തിനാ 2 ദാതാമാര്? കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നിവിടെ പറഞ്ഞു തീർക്കണം.
വെട്ടുകാരൻ ആരെയും വിശ്വസിക്കും, വഞ്ചിക്കുമെന്ന് അറിയുന്നിടം വരെ. ഞാൻ ഒരുത്തം മതി എല്ലാത്തിനും വീഴ്ത്താൻ. ആര് വീഴുവെന്ന് എനിക്കിപ്പോ അറിയണം. പിന്നെ ഈ കോളനിയും. രാഘവ, എന്നെ നോക്കണ. വെട്ടുകാരൻ ചത്തു. വെട്ടുകാരനെ കൊന്നടാ. എന്റെ മോൻ രാഘവൻ കൊന്നു. ചൂടവെള്ളവും പോയി സാക്ഷി പറയണ. പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കാം, സാക്ഷി പറയാൻ പോകുന്നവൻ ചെറുക്കുളം മാവ് വെട്ടിട്ടേ പോകാവൂ. ആശാനെ, 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 ചതിയായിരുന്നു. ചതി പകരം എന്താ? അവർ ചതിക്കുകയായിരുന്നു. ആശാനെ അവർ കൊന്നു. രണ്ടു മൂന്ന് ദിവസത്തേക്ക് കുറച്ച് മുറിവുറുപ്പും ചീറ്റിലും ഒക്കെ കാണും. അത് കഴിയുമ്പോ കോളനി മൊത്തമായിട്ടൊന്ന് ഇളക്കണം. അത് നീ ഒതുക്കി തീർക്കുന്ന പോലെ വരുത്തണം. അപ്പൊ നീ പറയുന്ന പോലെ ചാത്തൻ കോളനി വളയും, പിന്നെ ഒടിയും. പോലീസ് പ്രശ്നം വല്ലതും? അല്ല, അണലി വല്ലതും വിളിച്ച് പറഞ്ഞാൽ? അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അവനെ തല്ലിക്കൊല്ലും. അതോർത്ത് നീ ബേജാറാവണ്ട. 2 ദിവസം കഴിയുമ്പോ ചന്തയിൽ കൂടി ഒന്ന് കറങ്ങണം. ആൾക്കാരെ ആരെങ്കിലും ചെറുതായിട്ടൊന്ന് വരട്ടണം. അത് മതി. അങ്ങനെ നീ ഒരു ദാതയാകും. ഒരു 120. ആദ്യം പറ്റ തീർത്ത് കാശതാ, എന്നിട്ട് തരാം ഇനി 120. നീ ഇന്നത്തെ കൂടി കുററി കത്തൂരി. അവൻ കടം തീർത്തില്ലേ, ഞാൻ കുത്തിന് പിടിച്ചു നിർത്തി വേണ്ടിച്ചു തരാം. എടാ മൂസ, നീയൊക്കെ ഈ കത്തിയും കൈക്കോട്ടും കൊണ്ട് നടന്നിട്ട് എന്ത് കാര്യാ? വെട്ടുകാരനെ എവിടെയൊക്കെ അയാൾക്കറിയാൽ ഒതുക്കിയില്ലേ? ഈ തള്ളക്ക് വെട്ടുകൂത്തല്ല, വേറെ ഒന്നും പറയാനില്ലേ? ദേ കളവി, വല്ലവരെയും കുപ്പിയിലിറക്കി മിണ്ടാതെ ഇവിടെ ഇരുന്നോണം. ആശാനെ തട്ടിവരെ ഞങ്ങൾ നോക്കിക്കോളാം. നോക്കി. എടാ പാപ്പാ, വള്ളിനിക്കിറിട്ട് മൂക്കളായി ഒലിപ്പിച്ചോണ്ട് നടക്കുന്ന കാലം തൊട്ടേ ഞാൻ നിന്നെ കാണുന്നതാ. വെട്ടുകാരനാശാന്റെ കള്ളും കോഴിയും തിന്നാനല്ലാതെ നിനക്കൊക്കെ ഗുണ്ടാപ്പണി അറിയാമോടാ? ഇനി നീയൊക്കെ അയാളെ കൊന്ന രാഘവന്റെ കൂടെ ചേർന്നില്ലെങ്കിലേ ഉള്ളൂ. എടാ, നീ എന്റെ മുമ്പിൽ തട്ടിയെടുക്കും അല്ലേടാ? ഇനി 120 പറഞ്ഞ നീ മുറുക്കാൻ ഇങ്ങോട്ട് വാ.
നീ എന്തിനാണ് ഇത്ര പേടിക്കുന്നത്? അവൻ ചൊറിയാൻ കത്തിയെടുത്തു, അവൻ കത്തിയും കൊണ്ട് നടക്കുന്നത്. പിടിച്ചാലും ശവം കൊട്ടക്കോറി കൊണ്ടുവരും കേട്ടോ. ഉള്ള കാലത്തോളം എനിക്കൊരു കയറാൻ പറ്റും തോന്നില്ല. അതിനാ തട്ടട്ടെ. ആശാന്റെ ശിഷ്യന്മാർ എന്തു പറയുന്നു? നീ എന്താടാ ചോദിച്ചേ? ശിഷ്യന്മാർ എന്ത് പറയണമെന്നോ അറിയണോടാ നിനക്ക്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ അത് പുറത്ത്. എന്റെ കുപ്പിനാശം പൊട്ടിച്ചേക്കരുത്. ഓടോ. ആശാനെ പറ്റി പറയാൻ നീ ഒന്നും മറന്നിട്ടില്ലടാ. ആശാനോ? എന്തോന്ന് ആശാൻ? ആരുടെ ആശാൻ? എവിടുത്തെ ആശാൻ? ഇത് നീ അന്ന് പറയായിരുന്നോടാ ആശാൻ ഉയരോടെ ഇരിക്കുമ്പോ? അന്നും പറയും, ഇന്നും പറയും, ഇനിയും പറയും. നീ പറയുമല്ലടാ. ഒരു കണക്കിന് അയാൾക്ക് ആ പേര് തന്നെ ചേരുന്നേ, വെട്ടുകാടൻ. ചില്ലറ വെട്ടും കുത്തും കൊണ്ടിട്ടാരേ തത്തു. എന്താ പിടിക്കാത്ത? വേണ്ടല്ലേ? അടിക്കണവനെ. ഭരതൻ. Oh!
വെട്ടുവെച്ചോടിപ്പോയ മകൻ ഭരതനാണ് ഈ പറയുന്നത്. വെട്ടുകാരൻ മരിച്ചിട്ടില്ല, മരിക്കാൻ സമ്മതിക്കില്ല. ഇപ്പോഴും ഈ തെരുവ് വെട്ടുകാരന്റെ ആണ്. അല്ലാതെ തെളിയിക്കാവോ? തെളിയിക്ക്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ശരിയാ, വെട്ടുകാരൻ മരിച്ചിട്ടില്ല. ഇതേ നടന്നു പോകുന്നു 28 വയസ്സുള്ള വെട്ടുകാരൻ. മിടുക്കൻ. ഇനി ഈ കോളനിയുടെ ദാത ഭരതൻ തന്നെയാണ്. ഭരത, എനിക്ക് ഈ കോളനി അറിയാം. നിന്റെ അപ്പൻ വെട്ടുകാടനെ. അയാളെ കൊന്നത് രാഘവനും വേലായുധനും കൃഷ്ണനും വാസുവുമാണെന്നും അറിയാം. പക്ഷെ ആരും സാക്ഷി പറയുന്നില്ല, പറയേമില്ല. അതാ ഈ കോളനി. സത്യവും നീതിയും എന്നതിനേക്കാൾ അവര് വില കൽപ്പിക്കുന്നത് കാലാകാലത്ത് വരുന്ന ദാതാമാരെയാ. അഥവാ ഞാനെന്തെങ്കിലും മുൻകൈയെടുത്തെന്ന് വെക്ക, നിനക്കറിയാമല്ലോ, എനിക്കൊരു കുടുംബമുള്ളതാ. ആ വാസുവിന്റെ 2 കാലും പോയെന്നാ കേട്ടത്. ഇനി ഒന്നിനും കൊള്ളില്ല, ഇഴഞ്ഞു നടക്കാനേ ആവൂ. അല്ല, അവനത് അർഹിക്കുന്നു, ശരിയാ. പക്ഷേ കൊല്ലും കൊലയും നിന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടില്ല. വെട്ടുകാടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ ചെയ്തത് അച്ഛനോട് നിനക്കുള്ള സ്നേഹം കൊണ്ടാണെന്നും എനിക്കറിയാം. അതുകൊണ്ടാ അടി നടക്കുന്നുണ്ടെന്ന് ആളുവെന്ന് പറഞ്ഞിട്ടും ഞാൻ ഇടപെടാത്ത, കേസെടുക്കാത്ത. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ചാത്തൻ കാളനി നിന്നെ 2 കൈയും നീട്ടി ദത്തെടുക്കും, ദാതയായിട്ട്. പക്ഷേ ജീവിക്കാൻ നിനക്ക് പറ്റിയല്ല. നിന്റെ മനസ്സ് അങ്ങനാ. നീ പോയിട്ട് എല്ലാം മറന്ന് നന്നായിട്ട് ജീവിക്കാൻ നോക്ക്. ആര് പറഞ്ഞത് ഇതിനകത്ത് കിടക്കാൻ? നശിപ്പ്. അപ്പൻ ചത്തു കഴിഞ്ഞപ്പോ കേറി വന്നിരിക്കുന്നു. എന്നത്തിനാ? ഭാഗം പറ്റാനോ? അയാള് നിന്റെ പേരിൽ ഈ വീടും പറമ്പും എഴുതി വെച്ചെങ്കിലേ അതെന്റെ കയ്യിൽ എടുക്കാന്ന് നീ കരുതണ്ട. അമ്മേ, ഒന്ന് നിർത്തുന്നുണ്ടോ? വെറുതെ ചേട്ടന്റെ മനസ്സ് മടുപ്പിക്കാൻ. അയ്യടാ, ഇവൻ എപ്പോഴാണ് നിന്റെ ചേട്ടനായത്? മിണ്ടി പോര്, ആഴ്ച കാണാൻ പൊട്ടിക്കും. ഇപ്പൊ എന്നത്തിനാണ് നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അവന്മാര് കുത്തി കൊല്ലുന്നതിന് മുൻപ് ഈ ശകുനത്തിന്റെ കാര്യം പറഞ്ഞോണ്ട് അങ്ങനെ പടിയിറങ്ങിയത്. അപ്പോഴും ഞാൻ കരുതി ഇതിന് നിങ്ങളുടെ ഔദാര്യം വേണ്ട. വേണോ? നിങ്ങളുടെ സ്വത്തും സ്വർണ്ണം ഒന്നും വേണ്ട എനിക്ക്. അച്ഛൻ മരിച്ചു എന്നറിഞ്ഞപ്പോ ചിതയിലേക്ക് എടുക്കും മുമ്പ് വരാൻ കഴിഞ്ഞില്ല. പിന്നെ വന്നു ഇവളെ കാണാൻ. ഇപ്പൊ കണ്ടല്ലോ, ഇനി കണ്ടേക്കരുത്. ഇറങ്ങിപ്പോ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. 2 ദിവസമെങ്കിൽ 2 ദിവസം ഇവിടെ നിന്നിട്ട് പോയാ മതി. അതാണ് ഞാനും പറയുന്നത്. ഇത്രയും നടന്ന സ്ഥിതിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണ്ടേ? ഇനി ആ ശാരദ കൊച്ചിനെങ്ങാനും അവന്മാര് കാര്യം പറഞ്ഞ മോൻ തലേ കയറരുത്. നിന്നെ പോലെ ഒരാൾ ഇവിടെ ഇല്ലെങ്കിലേ ആ വേലായുധനും രാഘവനും എല്ലാം ഈ ചാത്തൻ കോളനി എന്നുള്ളത് ചാത്തൻ കുളവാക്കും. ഇന്നലെ തൊട്ട് ചന്തയിൽ പിരിവും തുടങ്ങി അവന്മാര്. നീ എവിടെയും പോകണ്ട മോനെ. ഒന്നുമില്ലേ, അച്ഛനെ പോലൊരു മോനെ കാണാമല്ലോ. നിനക്കറിയൂ, ഇതുപോലെ ആയിരുന്നു നിന്റെ അച്ഛനും. എല്ലാം ഇട്ടെറിഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾ കുറച്ചു പേര് ഇവിടെ പിടിച്ചു നിർത്തി. പിന്നെ അങ്ങോട്ടൊരു കയറ്റായിരുന്നു. നീ എങ്ങോട്ടും പോണ്ട മോനെ. എങ്ങനെ ജീവിക്കുമെന്നാവും നീ പോലും അറിയാതെ അത് നടന്നോളും. നീ അത് തെളിയിച്ചു കഴിഞ്ഞു. ചെറിയമ്മയുടെ കൂടെ ഇനി താമസിക്കാന്ന് വെച്ചാ? അല്ല, ഇതാണ് ഇപ്പൊ ഇത്ര വലിയ കാര്യം. അതിന് നമ്മളെ വാസുപിള്ളയുടെ വീടില്ലേ? ഇനി ആലോചിക്കാനൊന്നുമില്ല.
ഭരതൻ പോകുന്നില്ല. ഭരതൻ കുഞ്ഞ് വരും എന്ന് പറഞ്ഞ് ഞാൻ കാത്തിരിക്കായിരുന്നു. മോളെ ആനന്ദം, ഇങ്ങോട്ട് കയറി ഇരുന്നാട്ടെ. മൂസ വന്ന് പറഞ്ഞപ്പോ തൊട്ട് മോള് തൂക്കലും തുടക്കലായിട്ട് ഓവർ സ്പീഡായിരുന്നു. അതെ, വാസുവിളച്ചേട്ടൻ ട്രാൻസ്പോർട്ടിലെ പഴയ. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെയോ ആനന്ദത്തിനെയോ വിളിച്ചാ മതി. നേരെ നോക്ക്, പെണ്ണ് കാണുന്ന അല്ലല്ലോ പോത്. അയ്യോ, ഞങ്ങളുടെ ഭാഗ്യമാ ഭരതേട്ടൻ ഇവിടെ താമസിക്കാൻ വന്നത്. ആ, ഇപ്പം ഭാഗ്യം. അത് നീ ആയിട്ട് നിർഭാഗ്യാക്കരുത്. ആ, എന്നാ നമുക്ക് പോവാ. കുഞ്ഞാശം കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എന്നാ വരട്ടെ. ഞാനുണ്ടാക്കിയ സ്പെഷ്യലാ. ഇനി ഭരതം കുഞ്ഞിന്റെ ശാപ്പാട് ഉച്ചയ്ക്കും വൈകിട്ടും മുടങ്ങാതെ ഷാപ്പിന്ന് കൊടുത്തയക്കാം. ദേവസ്യാച്ചന് ഷാപ്പിന്ന് വരാൻ പറ്റാത്തോണ്ടാ ഞാൻ തന്നെ കൊണ്ടുവന്നത്. പോട്ടെ. ഓ, അയ്യോടി, ഞാനും കളിപ്പിച്ചോണ്ട് വന്നിരിക്കുന്നു. ഭരതേട്ടന് അതൊന്നും കഴിക്കണ്ട. ഞാൻ വെച്ച് വിളമ്പിയാൽ എന്താ പിടിക്കില്ലെന്നുണ്ടോ? എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം തന്നെ ഇവളുണ്ടാക്കി തരും. ചോറും കറിയും കൂടെ. ആ, പിന്നെ ഭരതേട്ടന് മുകളിൽ മുറിയിരിക്കിട്ടുണ്ട്. ആനന്ദം പോയിക്കോളൂ, ഞാൻ അല്പം കഴിഞ്ഞ് കിടന്നോളാം. ശരി, മാറ്റാ. എന്തോ ഒരു ഇടിയാണിന്റെ അല്ലോ. തെങ്ങ് ചാടിക്കേറി ബലത്തേക്കാളുണ്ട് ഒരൊറ്റ ഇടിയാ. അതാ കരുതുന്ന തലയങ്കിഷ്ടം താഴെ. മോനാണെങ്കിലും വെട്ടുകാരനേക്കാൾ ഉശിരുള്ളവനാ. ഓന്റെ ആ മുടി പിന്നോട്ട് തട്ടിയിട്ടൊരു അടിയുണ്ട്. അതൊന്ന് കാണേണ്ടി തന്നെയാ. ഓൻ ഈ കോളിനൊന്ന് കലക്കും. ഉശിരുള്ള ആണുങ്ങളെ അടിക്കുകയും ചെയ്യും കലക്കുകയും ചെയ്യും. നിങ്ങളെ പോലെ പേടിത്തൂറിൽ കൃത് വല്ലതും പറഞ്ഞിട്ടുണ്ടാ? ഒരു കത്തിയും കൊണ്ട് നടപ്പാണ്. വലിയ ഉസ്താദെന്ന് പറഞ്ഞല്ലേ നമ്മളെ നിക്കാ കഴിച്ച്.
നിങ്ങൾ ഈ ജന്മത്ത് ഒരുത്തെങ്കിലും ഒരു അടി കൊടുക്കണ കണ്ടിട്ട് നമുക്ക് മയ്യത്തായാ മതിയായിരുന്നു. എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കേട്ടിക്കാളും ഞാൻ. ഓ വന്നിപ്പോ ഞമ്മക്കിട്ടുവായോ? ഇത് കണ്ട അതിനേക്കാ പലതാ ഇത്. ഞമ്മളെടുത്ത് വില കാട്ടണ്ട. ഇതെന്താണ് വിയാത്തു? ഞാനൊരു തമാശക്ക് കത്തിയെടുത്തല്ലേ, നീ അത് കാര്യാക്കിയോ? അല്ലെ നിനക്ക് ഞാൻ കത്തി കയറ്റോ? നീ അതങ്ങോട്ട് കളി. ആ കൊടുവാളാണ്ട് മാറ്റിയെന്ന്. മോന്റെ കൂടെ പടച്ചോനുണ്ടാവും. അയ്യോ അരങ്ങുന്നു. ആ എന്റെ മോനെ പപ്പൻ നിന്റെ കൂടെ നടക്കുന്നത് കൊള്ളാം. അവൻ തന്റെ ഉള്ളവനാ. ഈ പേടിച്ചു തൂറി മൂസ എന്തിനാ നടക്കുന്നതെന്നാ എന്റെ സംശയം. കണ്ടോ, ഇതായി അവന്റെ രോഗം. ആരെങ്കിലും എന്തെങ്കിലും സത്യം പറഞ്ഞ ഉടനെ അവന് ചൊറിച്ചിലും വരും, കത്തിയിടും. അവനെ തള്ളൻ ഒരു ദിവസം ഞാൻ കൊല്ലും. കൊല്ലും കൊലത്തും. ഈ കത്തേക്കാൾ മൂർച്ചയുള്ള വാളാ തള്ളയുടെ നാക്ക്. എന്നാൽ അന്ന് ആ കറുത്തത് ബാക്കി കാര്യം. ഓട്ടോ മോസേ. ഇപ്പൊ തെരുവ് ദാദിയായല്ലേ അച്ഛന്റെ വഴിയെ പോകുന്ന മകൻ. ആഗ്രഹിച്ചിട്ടല്ല, അടിച്ചേൽപ്പിച്ചതാണ്. പിന്നെ ഒഴുക്കിനോട് ഒഴുകയാണ്. അല്ലാതെ അന്ന് വീട്ടിൽ വന്നപ്പോ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അന്ന് തന്നെ ചേട്ടനെ വന്ന് കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ അമ്മയെ അറിയാലോ, ചേട്ടനെ കാണാൻ ഇറങ്ങിയത് ഞാൻ. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോണമെന്ന് കള്ളം പറഞ്ഞു. എന്റെ കല്യാണം. ആരാ പയ്യൻ? ഈ തെണ്ടിയായിട്ട് എന്തായാലും നിനക്ക് ഇത്ര പറയാനുള്ളത്? പഠിക്കാൻ പോണെന്ന് പറഞ്ഞ് വീട്ടിൽ ഇറങ്ങിയിട്ട് നിനക്ക് കിന്നാരം പറഞ്ഞല്ലേ? കൂടെ കഴിയുന്ന വൃത്തിയില്ലേ ആ ആരാടി? അവളോട് വർത്താനം പറഞ്ഞാൽ മതി. ആ നാക്കുള്ള മോഹം മിണ്ടണ്ട. പാണി അല്ല, ഈ തള്ള പറഞ്ഞ തെറി കേട്ടപ്പോ എനിക്കൊരു സംശയം, ഇത് വെട്ടുകാരന്റെ മോൻ തന്നെ ആണോന്ന്. ഞാൻ ഫിറ്റായി പോയി. ആ വീണുപോയെ. നിങ്ങള് നോക്കിക്കോളല്ലേ, ആ നാളിയുടെ കൊടലിനെടുക്കും. പതുക്കെ പറ തോമാ, അവൻ കേട്ടാ ഇനിയും വന്ന് ചവിട്ടും. നാട് ഭരിച്ച് കുറച്ച് കാശുണ്ടാക്കാനാ കോപ്പ് കെട്ടിയത്. ഇപ്പൊ മലർന്നു കിടന്ന് തുപ്പണത് പോലെയായി. എടാ, ഞാൻ 100 വട്ടം പറഞ്ഞില്ലേ എന്റെ കൈ ഒന്ന് നേരെയാവട്ടെന്ന്. കൈ നേരെയായി വരുമ്പോ ചിലപ്പോ അവനെ പിടിച്ചാൽ കിട്ടാത്ത നിലയിലാവും. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യണം. അവൻ ഇപ്പൊ തളയ്ക്കാൻ നോക്കണ്ട രാഘവ. ഉരുക്കില്ലേ ഉരുക്ക്, അതാ അവൻ. പിന്നെ SI മേനോന്റെ സഹായം കൂടി ആയപ്പോ പറയാനുമില്ല. എടാ, ഈ വേലായുധന്റെ ബുദ്ധിയുടെ അത്രയും വേഗത ആ പയ്യന്റെ കൈക്കില്ല. ആ, ഇതുവരെ കേട്ടതാ, ഇനിയും കേൾപ്പിക്കണ്ട. എങ്കിലേ ഞാൻ 5ഓ 10ഓ എറിഞ്ഞ് രാമനാട്ടുകരയെന്ന് മസ്താനെ വരുത്തും. ആരാ? സാക്ഷാൽ മസ്താൻ. നീ എണ്ണിക്കോ കൃഷ്ണ, കൂടിയാൽ 2 ദിവസം, 2 ദിവസം മസ്താൻ വന്നിരിക്കും, ആ പയ്യനെ കണ്ടിരിക്കും. ആരുമില്ലാന്നാ തോന്നണേ. ഇവിടെ കാണേണ്ടതാണെന്നേ. ഇങ്ങനെ പറ്റിയാ കഥവ് പൊളിഞ്ഞു പോവുമല്ലോ. ഏട്ടൻ കുളിക്കുക. ഏട്ടനോ? കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അടി ഇങ്ങോട്ട് കിട്ടും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട അല്ലേ? അതെ അതെ. നമുക്ക് അകത്തേക്ക് ഇരിക്കാം. വാ.
5000 ഉണ്ട്, ബാക്കി കാര്യം കഴിഞ്ഞിട്ട്. എന്താ ഇത്? ആദ്യം വാങ്ങ, കാര്യങ്ങൾ ഇയാള് പറയും. അതെ, ആദ്യം കാര്യം പറ. അവന്മാരെ ആശാൻ ഒന്ന് പെരുമാറണം. യവന്മാരെ? ആ മഹാലക്ഷ്മി ബസിന്റെ ഡ്രൈവറെയും കണ്ടക്ടറെയും കിളിയെയും. അവന്മാര് എന്റെ കയ്യിൽ നിന്ന് 60,000 രൂപ പലിശയില്ലാതെ കടം വാങ്ങി ഇറങ്ങിയതാ മഹാലക്ഷ്മി ബസ്. തിരിച്ചു ചോദിച്ചപ്പോ ആദ്യം അവന്മാര് ചിരിച്ചു, പിന്നെ എന്നെ വിരട്ടാൻ തുടങ്ങി. ഇപ്പൊ വന്ന് ബസ് സ്റ്റോപ്പിൽ നിർത്തുന്നത് പോലുമില്ല. നാട്ടുകാർ എന്റെ നേരെ തട്ടിക്കയറുകയാ. ഞാൻ കാരണം ആ ബസ് സ്റ്റോപ്പിൽ നിർത്താത്തെന്ന് പറഞ്ഞു. കാശോ പോട്ടെ, ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ ബസ്സെങ്കിലും സ്റ്റോപ്പിൽ നിർത്തിക്കൂടെ? ആശാൻ അവന്മാരെ ഒന്ന് ചതയ്ക്കണം, അപ്പൊ ബസ് സ്റ്റോപ്പിൽ നിർത്തും. കാശ് വാങ്ങിയിട്ട് കണ്ട തെണ്ടികളൊക്കെ ഇടിച്ച് മര്യാദ പഠിപ്പിക്കാൻ ഞാൻ പോലീസുകാരനല്ല, വെട്ടുകാരനുമല്ല. ഇതുപോലുള്ള കരാറുകളൊന്നും വരുന്നതിന് വേണ്ട. അങ്ങനെ പറയരുത്. ഈ കരയില് ഇങ്ങനെ ഒരാൾ ആശാൻ മാത്രമേ ഉള്ളൂ. ആശാൻ വാങ്ങിയാലും ഇല്ലെങ്കിലും ഞാനിതോടെ വെച്ചിട്ട് പോകും. പിന്നെ എന്നെങ്കിലും മനസ്സ് മാറി ബസ് സ്റ്റോപ്പിൽ നിർത്തിച്ച എന്റെ സന്തോഷത്തിന് ബാക്കി 5000 കൂടി ഞാനിവിടെ കൊണ്ട് തന്നിട്ട് പോകും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഏയ്, ഇതെടുത്തിട്ട് പോണം മിസ്റ്റർ. ആശാനെ, ആദ്യമായിട്ട് കയറി വന്ന മഹാലക്ഷ്മിയാണിത്, പറഞ്ഞു വിടരുത്. ഭരത, ഇങ്ങനെ നീതി നിയമം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാശ് വരുമ്പോഴേ വരത്തുള്ളൂ. എന്നാ നീ പോയിരിക്കെ. നിനക്കൊരു കാര്യം ചെയ്യാവോ? ആ കല്യാണ ബ്രോക്കറുടെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ വരുന്നു എന്നൊന്ന് പറ. എന്താ വേണ്ടേ? കല്യാണം എന്നാ? ആരുടെ? എന്റെ പെങ്ങടെ, ശാരദയുടെ. അതിപ്പോ ഭരതം വന്ന് തിരക്കിയ തീയതി പറയരുതെന്ന് പത്മാക്ഷിയമ്മ പറഞ്ഞിട്ടുണ്ടോ? കൃത്യ തീയതി എനിക്കറിയില്ല. ചെക്കനെ അറിയുവോ? അറിയാം. ഏതാ? നമ്മുടെ വിജയ വർക്ക്ഷോപ്പ് നടത്തുന്ന വിജയന. വിജയൻ നല്ല പയ്യനാണോ? തങ്കപ്പെട്ടവൻ, അധ്വാനി, ഒരു ദുശീലവും ഇല്ല. എനിക്കറിയാവുന്ന പയ്യന. ഈശ്വര, എന്റെ തെല്ലാള് പണി ഇതോടെ തീർന്നെന്നാ തോന്നുന്നു. എടി ഭാഗീരഥിയേ, ദശമൂലത്തിൽ 2 വായുകൂളി കരച്ച് പെട്ടെന്ന് കിടക്ക്. എന്നാത്തിനാ എല്ലാം കൂടി അങ്ങോട്ട് എഴുന്നള്ളിച്ചത്? ആ പത്മാക്ഷമ്മ അറിഞ്ഞാ ഇനി അത് മതി ഇവിടെ ഭൂകമ്പം ഉണ്ടാവാൻ. ഈശ്വര, ആരായി വിജയൻ? ഞാനാ. ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. ശാരദന്റെ പെങ്ങളാ. എനിക്കറിയാം. പക്ഷെ ഞാൻ കെട്ടാൻ പോകുന്നത് ഭരതൻ എന്ന ഗുണ്ടയുടെ പെങ്ങളെയല്ല, വെട്ടുകാരന്റെ മകളെയല്ല, ശാരദയാണ്. കല്യാണത്തിന്റെ പേരും പറഞ്ഞ് ഇനി എന്നെ കാണാൻ വരുന്നത് എനിക്കിഷ്ടമല്ല. ഗുണ്ടാപ്പണി വെട്ടുമൊക്കെ ചന്തയില് എന്റെ അടുത്ത് കളിച്ച വെട്ടി നുറുക്കും ഞാൻ. നിന്നോട് ആര് പറഞ്ഞടാ ആ ചെറുപ്പക്കാരനെ പോയി കാണാൻ? എങ്ങനൊരു തെണ്ടി ശാരദയുടെ ചേട്ടനെന്ന് പറഞ്ഞ് എന്നിട്ട് ആ കല്യാണം എങ്ങാനും തെറ്റിപ്പോയി മൂക്കിക്കൂടെ അങ്ങ് വലിച്ചു കയറ്റി ഒന്ന് പോന്നല്ലേ. എന്ത് പറഞ്ഞടി? പൗഡർ ഇടുന്ന ഈ കൈക്കുണ്ടല്ലോ, അതിന് മണം മാത്രമല്ല ഗുണമുള്ളതാ. പലരും ചെയ്തിട്ടതാ അറിഞ്ഞിട്ടുമുണ്ട്. എന്റെ തള്ളേ, വെട്ടുകാരനാച്ചാ നിങ്ങളെ കെട്ടിയെടുത്തോണ്ട് നടന്നതേ നിങ്ങളെ കൈവം കൊണ്ടൊന്നും കണ്ടല്ല, ആ മനുഷ്യന്റെ നല്ല മനസ്സുകൊണ്ട്. അത് അയാൾ ചത്തു കഴിഞ്ഞെങ്കിലും ഒന്ന് മനസ്സിലാക്കും. പിന്നെ ലോകസുന്ദരിയായ നിങ്ങളുടെ മോളെ കെട്ടാൻ പോകുന്നവനുണ്ടല്ലോ, ആ വർഷാപ്പി കൊട്ടുന്നവൻ, അവനെ ഭരതേട്ടനെ പോലെ റാണി എന്ന് കണ്ടൂന്ന് വെച്ച് അവൻ ഒഴിഞ്ഞു പോണെങ്കിൽ അവൻ ആളല്ല നിങ്ങളുടെ മോളെ അവന്റെ കൂടെ അയക്കാൻ. നീ അകത്ത് പോ. ചേട്ടാ, ഈ പെണ്ണുമ്പിളിയോട് കണ്ട് പറഞ്ഞില്ലെങ്കിൽ ഒരു തലേ കയറും. അകത്ത് പോകാനല്ലേ പറഞ്ഞത്? ചേട്ടൻ പറഞ്ഞാ ഞാൻ പോവാ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. ഇനി ആ ചെറുക്കനെയോ എന്റെ മോളെയോ നീ കാണരുത്. അങ്ങനെ ഉണ്ടായാൽ പോലീസിൽ ഞാൻ പരാതി കൊടുക്കും. നിന്നെ കെട്ടിയെടുത്ത് ആൾക്കടിക്കും. ഓർത്തു, പത്മാശയെ വഷളാക്കിയാൽ മഹാവഷളം. ഭരത, ഞാൻ
ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ അത് ചെയ്തു തരൂ. മുസ്തഫാക്ക കാര്യം പറയൂ. വർഷങ്ങളായിട്ടുള്ള എന്റെ ആഗ്രഹം നിന്റെ അച്ഛൻ ഉള്ളപ്പോ തൊട്ടേ ഞാൻ പറയുന്നതാ. ഇത്തവണ ഈ കോവിലില് ബാലസുന്ദരമൂർത്തിയുടെ കച്ചേരി നടത്തണം. എന്താ മുസ്തഫക്ക പറയുന്നത്? ബാലസുന്ദരമൂർത്തി ഇവിടെ വന്ന് പാടുകയോ? അതിനേക്കാൾ എളുപ്പം പൂവങ്കോഴിയോട് മുട്ടയിടാൻ പറയുന്നതാ. വയസ്സുകാലത്തെ ഒരു ആഗ്രഹം. ഈ പീറ കോളനിയില് ബാലസുന്ദരമൂർത്തി വരില്ല എന്ന് എനിക്കറിയാം. അതാണല്ലോ ഭരതനോട് പറഞ്ഞത്. ഇതെല്ലാം നിന്റെ ഇഷ്ടം. ഈ പീർ കോളനിയിൽ ബാലസുന്ദരമൂർത്തി വരുന്നു, പാടുന്നു. എന്തായൊക്കെ ഇവിടെ ഒന്ന് പാടിയാല് ആര് കൊടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ കാശ് നമ്മൾ കൊടുക്കുന്നു. നിങ്ങൾ പോയി ക്ഷണിക്ക്. നമസ്കാരം. എന്താ കച്ചേരിക്കാണോ? അതെ. ഇരിക്കൂ. കോകില, എന്താ വെത്തിളച്ചെള്ള എടുത്തിട്ട് വാ. ആ, എവിടെയാ കച്ചേരി? ചാത്തൻ കോളനിയില് മുത്തപ്പന്റെയും ദേവിയുടെയും കോവിലില്. അണ്ടർസ്റ്റുഡ്, അണ്ടർസ്റ്റുഡ്. അന്ത കോളനി, ചാത്തൻ കോളനി. കോവിലിൽ ഉത്സവം തുടങ്ങി. താമസിച്ചാ ക്ഷണിക്കണേന്നറിയാം. എല്ലാം കൂടി ഒത്തു വന്നത് ഇപ്പളാ. മറ്റന്നാൾ എങ്ങനെയെങ്കിലും അങ്ങയുടെ കച്ചേരി. ഇംപോസിബിൾ, നടക്കാത്ത കാര്യം. അങ്ങയുടെ പ്രതിഫലം എത്രയായാലും. വാട്ട് പ്രതിഫലം? എന്റെ പ്രതിഫലം 50,000 റുപ്പീസ്, 50,000 രൂപ. തര മുടിയുമാ? തന്നാലും വരില്ല. യു ആർ ഇൻസൾട്ടിങ് മീ. കണ്ട തെണ്ടികളും തെമ്മാടികളും താമസിക്കുന്ന ചീഞ്ഞു നാറുന്ന കോളനിയിൽ കച്ചേരി നടത്താൻ എനക്കെന്നെ പൈത്യമാ? നീന്നാറുന്ന ഓടകളിൽ ഒഴുക്കാനുള്ളതല്ല സംഗീതം, തെരിയുമാ? എന്ത് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ക്ഷണിക്കാൻ വരും? ഞാൻ എന്നെ ഡപ്പാങ്കൂത്ത് പാട്ടുകാരനാ. സംഗീത സാമ്രാട്ട് രാഗസാഗരം ബാലസുന്ദരമൂർത്തി അവിടെ പാടാൻ വരണം, അല്ലേ? എന്നാ തിമിര്! കോളനി ആളുകൾക്ക് എന്റെ കച്ചേരി കേട്ടാലേ ഉറക്കം വരുമെന്നുണ്ടെങ്കിൽ മറ്റന്നാ സ്വാധീരുന്ന ഹാളിൽ എന്റെ കച്ചേരി ഉണ്ട്. 500 രൂപ ടിക്കറ്റ്. അവിടെ വന്ന പുറത്ത് നിന്ന് കേൾക്കാം. അത് മതി നിങ്ങൾക്ക്. പോങ്കോ, അല്ലാതെ പോങ്കോ. ഇനിമേ ഇന്റെ പക്കം തലയോട്ടക്കൂടാതെ മുട്ടാമസിക്കാൻ. ക്ഷമിക്കും. ഞാൻ കാരണമാണല്ലോ ആ ഭാഗവതരുടെ വഴക്ക് കേൾക്കേണ്ടി വന്നത്. മുസ്തഫാക്ക വിഷമിക്കണ്ട, ആ ഭാഗവതരുടെ വരും. ആ ഭാഗവതരെ അടിച്ച് ഫിറ്റാക്കി ചാക്ക് കെട്ടിക്കൊണ്ടുവരണം. കച്ചേരി പാടുമ്പോ കുറച്ച് വെള്ളി വീണാലും തിരക്കടില്ല. എന്തേ? അതെ, ഭരതം പറഞ്ഞതാ. കച്ചേരി നടക്കും. കാര്യങ്ങൾ ഒരുക്കിക്കോ. എന്നാലും ഒരു ടൈം ഫിക്സ് ചെയ്ത ടൈം ആയിരിക്കണം. ഞാൻ 10:30 മണി സമയം വെച്ചാ എന്റെ കാര്യങ്ങൾ റിപ്പയർ ചെയ്ത്. ഇപ്പൊ അതെല്ലാം ഫാൾട്ടായിരിക്കണം. സ്വാമി, അത് CM നേരത്തെ പറഞ്ഞിരുന്നത് 10:30 വരാമെന്നായിരുന്നു. ഇപ്പൊ വിളിച്ചു പറഞ്ഞു 7:30 തന്നെ എത്താമെന്ന്. അതുകൊണ്ടാ. CM ആവുമ്പോ എന്നേക്കാൾ ബിസി ആയിരിക്കും. എങ്കിലും നല്ല കൂത്ത് തന്നെ. ഏതായാലും പോവുക, അല്ലാതെ എന്താ ചെയ്യാ? ഏയ്, വണ്ടി എന്താ ഈ വഴിക്ക്? മിണ്ടരുത്, കേറ്റിക്കളയും. കടങ്ങളെ തിരുടനാ? അത് നിന്റെ തന്ത. മിണ്ടിപ്പോവരുത്. എന്താ മിസ്റ്റർ ഇത്? എങ്ങോട്ടാ നിങ്ങൾ? കോളനിയിലേക്ക്, ചാത്തൻ കോളനി. ഇന്ന് അവിടെയാ തന്റെ കച്ചേരി. ഇല്ല, ഞാൻ വരില്ല. ഞാൻ പാടില്ല. മുടിയാന്ന്. മുടിയാനല്ലെങ്കിൽ നിന്റെ തന്ത പാടും. മുഗ്ധഹാസം മുഖഭാവം രത്നഹാരം അഭിരാമം ക്ഷമിക്കണം, ഒരു വാശിപ്പുറത്ത് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു. ക്ഷമിക്കുകയോ? കൊള്ളാം. നിങ്ങളാ എന്നോട് ക്ഷമിക്കേണ്ടത്. ഇങ്ങനെ ഒരു കച്ചേരി ജീവിതത്തിൽ ആദ്യമാണ്. കോളനിയിലുള്ളവരും മനുഷ്യരെ സ്വാമി. പാട്ട് കച്ചേരിയൊക്കെ കാശുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളല്ലോ. ശരിയാ, 100% ശരിയാ. കച്ചേരിയുടെ കാശ കുറവാണെന്നറിയാം, എങ്കിലും ഇത്രയും ഒപ്പിച്ചിട്ടുണ്ട്. വേണ്ട, ഇവിടെ പാടിയിട്ട് കാശിനേക്കാൾ വലിയ 2 കാര്യങ്ങൾ മനസ്സിലായി. ഒന്ന് മനസ്സ് നിറഞ്ഞു, 2 കണ്ണു തുറന്നു. 500 രൂപ പാസ് എടുത്ത് കച്ചേരി കേൾക്കാൻ വരുന്ന കേവന്മാരെക്കാൾ ആസ്വാദന ശേഷിയുണ്ട് ഇവിടത്തെ ഈ പാവങ്ങൾക്ക്. അതിനങ്ങോട്ട് നന്ദി പറയുന്നു. അപ്പടി താനേ കോകില? ആമപ്പാ.
മാധവനെ ആരാ കിഡ്നാപ്പ് ചെയ്തത്? കിഡ്നാപ്പോ? എന്നെയോ? എന്നെ ആരുമേ കിഡ്നാപ്പ് ചെയ്തില്ല. ഇവിടെ പാടാമെന്ന് ഞാൻ നേരത്തെ സമ്മതിച്ചിരുന്നതാ. ആ, അവിടെ 10:30-ക്കല്ലേ കച്ചേരി? സമയത്തിന് ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. തുറന്നു പറയാമല്ലോ, മനസ്സിന് സന്തോഷമായി. ഇത്ര നല്ല സദസ് ജീവിതത്തിൽ കണ്ടിട്ടേയില്ല. വരട്ടെ. ഓ, മിടുക്കൻ. ഭരത, ആ മഹാലക്ഷ്മി ബസിന്റെ കാര്യം ഒന്ന് പരിഗണിക്കണം. അയാൾ ഇന്നലെ മുഴുവൻ പുറകെ നടക്കുകയായിരുന്നു. മൂളിയാ പോരാ, എന്തേലും ചെയ്തിട്ട് വേണം ബാക്കി കാശൂടെ മേടിക്കാൻ. എങ്കിലേ ഞങ്ങൾക്കും ഒരു ഗതിയുള്ളൂ. അതെ. പവനിപ്പോ എത്രയാ വില? എടോ, പവനില്ലേ പവൻ, ഗോൾഡ്, അതിനിപ്പോ എത്രയാ വിലയെന്ന്? ഓ പവൻ, അതിപ്പോ 3000-3500 മുകളിലേക്കാ. അതിപ്പോ പണിക്കൂലി തേങ്ങാക്കൂലി എല്ലാം കൂടെ 10,000-4,000 രൂപ വരും. ആ, എന്നാലത് ചീപ്പാണ് കേട്ടോ. 6000-7000 വലിയ പവനുണ്ടെന്നാണ് കേൾക്കണേ. മറ്റന്നാ ശാരദയുടെ കല്യാണം, മാല വാങ്ങണം, 2.5 പവൻ. ആ കതിരുകാരൻ തന്ന 5000 രൂപ മാത്തച്ഛന്റെ സ്വർണ്ണക്കട കൊടുത്തര്. ബാക്കി 2 ദിവസം കഴിഞ്ഞ് തരാന്ന് പറ. ദേവസേട്ടാ, ഒരു ഹാഫ് കൂടെ പോരട്ടെ. ഹാഫ് വേണ്ട, അത് ഫുൾ ആയിക്കോട്ടെ. ആ, പിന്നെ നമ്മളുണ്ടാവില്ലേ അങ്ങനെ. ആ, അങ്ങോട്ട് നോക്കി പന്ത് കളിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ, ഒന്ന് ഒതുങ്ങിക്കണം. ഇവിടെ ഭയങ്കര ഗോപി, ഉണ്ടയാ വിട്ടുപോ. അത് വേണോ? വേണം. ഇവിടെ അങ്ങനെ ഒരു സ്റ്റോപ്പില്ല, കൊണ്ടേ തന്നെ നിർത്തുന്നില്ല. ആരാണോ ചോദിക്കാൻ? ആ, ചാത്തൻകൊല്ലല്ലേ ഇവിടെ അറിയിക്കോ. ഗുണ്ടയാണേലും ജീവനിൽ കൊതിയുണ്ടേ. ഇനി എന്നെ ഒന്നും അല്ല, പിന്നെ സ്റ്റോപ്പിൽ നിർത്താത്തത്? ഇനി നിർത്തിക്കോളാം. ഇയാൾക്ക് എത്ര രൂപ കൊടുക്കാനുണ്ട്? 60,000. എപ്പോ കൊടുക്കും? 2 ദിവസം ഞാൻ കൊടുക്കാം. കൊടുക്കുമല്ലോ? കൊടുക്കാം. തീർച്ചയാണല്ലോ. വേണ്ട, നല്ലൊരു വെളുപ്പിക്കടി പോലെ അത്രയൊക്കെ വെളുത്താ മതി. അയ്യോ, പറഞ്ഞ കേശന്നെ എന്തത്? ഇതെന്താ ഇങ്ങനെ ഇട്ടിരിക്കുന്നേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട, സദ്യ ഗംഭീരമാക്കണം. എന്തോന്ന് അടിപിള്ളാരെ ചിരിയും ബഹളവും ഒക്കെ? നാളെയല്ലേ കല്യാണം, അതിനിപ്പോഴും എന്തിനാ മുഖത്ത് വെള്ളം പൂശുന്നേ? ചിരിയും ബഹളമൊന്നും പുറത്ത് കേട്ടു പോകരുത്, പറഞ്ഞേക്കാം. ഒരട്ടകാസവും ചിരി. ഇനി പോയി മോൻ കഴിക്കോളൂ. ശാരദ, ഹായ് ഭരതേട്ടൻ. അവിടെ വന്ന് പറയണമെന്ന് കരുതിയതാ. സാരമില്ല, ഞാൻ അറിഞ്ഞല്ലോ. നാളെ കല്യാണത്തിന് ഭരതേട്ടൻ വരണോ? നീ പറ. വരണം, ഭരതേട്ടൻ ഉണ്ടാവണം. എങ്കിൽ ഭരതേട്ടൻ വരും. ആര് വെറുത്താലും മോൾ എന്നെ വെറുക്കരുത്. ഇതെന്തിനാ ഭരതേട്ട? മോൾ ചിരിക്കട്ടെ, ഏട്ടന്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങും.
അമ്മ അറിഞ്ഞ ആരും അറിയില്ല. പക്ഷേ കല്യാണത്തിന് മോളിത് കഴുത്തിലിടണം. ഏട്ടനത് കാണണം. എന്റെ കുട്ടിക്ക് നല്ലതേ വരും. ശാരദേ, ദാ വരുന്നു. അമ്മ ഇങ്ങോട്ട് വരും. ഏട്ടൻ പോയിക്കോളൂ. നാളെ കല്യാണത്തിന്. എടാ, മാനവും മര്യാദയായിട്ട് ജീവിക്കുന്നവരെ മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ. തെമ്മാടി റൗഡിയായി ചന്ത നടക്കുന്നവരെ ചന്ത നിന്നാ മതി. മാനം കെടുത്താൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുക അല്ലേ? വിജയം കണ്ടു. ഇനി ഇതിന്റെ പേരിൽ അനുഭവിക്കുന്നത് എന്റെ മോളാ. അവിടെ ജീവിതം തകർക്കണം. അല്ലട നിനക്ക് പോകാൻ. പോകുന്നുണ്ട് നീ. തെമ്മാടി റൗഡി, അതാ ഭരതൻ. ഈ ചന്ത അങ്ങാടിയും ചാലക്കടയൊക്കെ ഭരതന് പറഞ്ഞിട്ടുള്ളൂ. സ്വന്തം പെങ്ങളുടെ കല്യാണം പോലും കാണാൻ പറ്റാത്ത തെണ്ടി. ആശാനെ വാ, വീട്ടിലേക്ക് പോവാ. ആരും എന്നെ പഠിക്കാൻ വരണ്ട. പോവാൻ. നാട്ടുകാരും വീട്ടുകാരും കേടിന്ന് കാണുന്നെങ്കിൽ കേടി. ആരുമില്ലാത്ത ഒറ്റയാൻ. മഹാലക്ഷ്മിയെ കൈകാര്യം ചെയ്തപ്പോ മൊത്തം 10,000 അവന്റെ കയ്യിൽ വന്നത്. തുക ചെറുതായിരിക്കാം, പക്ഷേ ഭരതൻ ശരിക്കും വെട്ടുകാരന്റെ മോനായി, ദാതയായി. ഇനി അവൻ ആൽമരം പോലെ വളരും. ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇവിടെ 1 മാസത്തിനകം മലമറിക്കുമെന്ന് അച്ഛൻ പറഞ്ഞിട്ട് എന്തായി? വെള്ളം അടിച്ച് ചോരന്ന് തട്ടിവിടും. ഒന്നും നടക്കത്തില്ലെന്നേ ഉള്ളൂ. ചേടാ, ഇത് നല്ല കൂത്ത്. എന്റെ തലേ കൂടെ വണ്ടി ഒന്നും ഓടുന്നില്ല നിന്നെ കൊമ്പത്ത് കെട്ടിയിരുത്താൻ. ദാത എന്ന 2 അക്ഷരം കടലാസിൽ എഴുതി ആരേലും വായിലോട്ട് വെച്ച് എന്നിട്ട് അത് വിഴുങ്ങിയാ ദാതയാവത്തില്ല. ദാതയാവണേ. എന്റെ മോൻ ഇവിടെ എന്തെങ്കിലും കാണിക്കണം, അല്ലടാ? അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തി കീറിയിട്ട് എന്ത് കാര്യം? വെട്ടുകാരന് കൊടുത്ത പോലെ അല്ലേലും അതിന്റെ അടുത്തൂടെ പോകുന്ന ഒരു പണി. ഏത്? തോളി കൈയിട്ട് മറ്റേ പണി. അതേ അവന്റെ അടുത്ത് നടക്കത്തുള്ളൂ. ഇതുവരെ ഇത് പറയാതിരുന്നത് വേണ്ടാന്ന് കരുതിയിട്ട് തന്നെ. ഇപ്പൊ ബസ്സുകാരെ തല്ലിന്നും എല്ലാം ഒഴിച്ചെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടപ്പോ പറയുന്ന തന്നെ ബുദ്ധിയം തോന്നി. ഞാൻ എങ്ങനെയാണെന്ന് എന്റെ ഭാര്യ അറിഞ്ഞിരിക്കണം. കല്യാണത്തിനാരാ ഭരതനെ ക്ഷണിച്ചത്? അമ്മയല്ലാന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ നീയല്ലേ? എനിക്കിഷ്ടമില്ലായിരുന്നു. ആ, എങ്കിലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി എന്റെ വീടിന്റെ മുറ്റത്ത് അയാളെ ഞാൻ കാണരുത്. അങ്ങനെ ഒരു ഗുണ്ട എന്റെ ബന്ധുവാണെന്ന് പറഞ്ഞതിനേക്കാൾ ഭേദം ഞാൻ അയാളുടെ പണി തുടങ്ങുന്നതാ. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? എങ്കിൽ ഭരതൻ എന്നുള്ള പേരങ്ങ് മറന്നേക്ക്. ഹലോ, ഇരിക്കിരിക്ക്. ഇത് മനസ്സിലായി. ഞാനൊരു കാപ്പി കഴിക്കാൻ വന്നതാ. വരട്ടെ. ആരാത്? ഞാൻ പറഞ്ഞിട്ടില്ലേ അന്നത്തെ കച്ചേരി. ഓ, ചാത്തങ്കോളിന്റെ അടുത്തോ? ഇല്ല. പിന്നെ എത്ര ദൂരം വരും? ചാത്തങ്കോളനിയിലെ ഒരു ഭരതൻ. ആ, ഭരതൻ. അല്ല, അവിടെ ഉണ്ടാവോ? അറിഞ്ഞൂടാ. ഇതാ കോളനി, ഇറങ്ങിക്കോ. എത്ര പൈസയായി? 50 രൂപ. 50 രൂപയോ? മീറ്ററിൽ 28 രൂപ 40 പൈസ. മീറ്ററിൽ അങ്ങനെ പലതും കാണും. 50 രൂപ എടുക്ക്, എനിക്ക് വേറെ ഓട്ടോ ഉള്ളതാ. അതെങ്ങനെ 28 ഉറുക്കൊക്കെ 50 ഉറുക്ക തരിക? കാശ് എടുക്കണോ, നിന്ന് വാചോടിക്കാതെ. എന്നതാ പ്രശ്നം? അതെ, ആകെ 8.5 കിലോമീറ്ററേ പോന്നിട്ടുള്ളൂ. മീറ്ററിൽ 28 രൂപ 40 പൈസ കാണുമ്പോ ഇയാൾ 50 രൂപ ചോദിക്കുക. എടാ കൊച്ചനെ, മുഴുവൻ വളർച്ച എത്തിയില്ലല്ലോ. അതിനു മുമ്പ് പിടിച്ചു പറയോ തുടങ്ങിയോ? പിടിച്ചു പറയൊന്നുമല്ല, ന്യായമായിട്ട്. പാളി, അയാള് തരുന്ന കാശെണ്ണി മേടിച്ചോണ്ട് വേഗം സ്ഥലം വിട്ടോണം. ഇതേതാ സ്ഥലമെന്നറിയാമോ? ഇതാ 28 രൂപ 40 പൈസ. വേഗം പൊക്കോ. ചേച്ചി വന്നില്ലായിരുന്നെങ്കിൽ. ആദ്യമായിട്ടാണോ താൻ ഓട്ടോയെ കയറുന്നേ? അല്ല, എന്താ? അല്ല, ഓട്ടോക്കാരന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന കണ്ടപ്പോ തോന്നി. ഞാനിവിടെ ഒരാളെ കാണാൻ വന്നതാ. ആരെ? ഇവിടെ ഇല്ല ഒരു ഭരതൻ. എന്നാത്തിനാ? ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ഷാപ്പി കാണും. ഞാൻ ഉദ്ദേശിച്ച ഭരതൻ
ഇവിടെ ഒരു ഭരതനേ ഉള്ളൂ. വെട്ടുകാടൻ എന്നൊരു ചേടാ, ഇയാള് വലിയ ശല്യമായല്ലോ. ദാ അവിടെയാ ദേവസ്വയുടെ ഷാപ്പ്. അവിടെ ചോദിച്ചാൽ അറിയാം. ചെല്ലി ചെല്ല്. വലിയ ഉപകാരം. ഓ, വലിയ ഉപാളം. ദേ എന്താ ഭരതൻ വന്നിട്ടില്ല? എന്താ കാര്യം? അത്യാവശ്യമായിട്ട് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു. എന്താ ഇത്ര അത്യാവശ്യം? അത് ഭരതൻ വീട്ടിൽ കാണും, അല്ലെങ്കിൽ തട്ടുപാലത്തിന് കീഴെ കാണും. എവിടെയാ ഇതൊക്കെ? ഇവിടുന്ന് കിഴക്കോട്ട് കുറച്ച് നടന്ന് ചോദിച്ചാ മതി, ആരും പറഞ്ഞു തരും. എന്നാ വരട്ടെ. എന്താ ഇത്ര അത്യാവശ്യം എന്ന് പറഞ്ഞില്ലല്ലോ? അത് ഈ ഭരതനെ അന്വേഷിച്ച് ഇറങ്ങിയത് അവസം നല്ല തോന്നുന്നു. ഇനി എവിടെ പോയി നോക്കാനാണ്? എവിടെ പോയി അന്വേഷിക്കാനാണ്? ഒന്ന് ചുമ്മാ കാണാനേ. എന്തോടോ ബാഗില്? ഒന്നുമില്ല. ഇതുകൊണ്ട് കുത്തിയെത്താൻ ചാവോ? ബാഗിതാ അകത്ത് എന്നാന്ന് ഞാൻ നോക്കട്ടെ. താൻ തരില്ല. അങ്ങോട്ടന്നെ. ഇത് മുഴുവൻ ഭരതനല്ലേടാ? എങ്കി അങ്ങനെ ഇപ്പൊ കൊടുക്കണ്ട. എന്താ പ്രശ്നം? അത് ഞാൻ തരാം. എന്നെ കാണാൻ വരുന്നവർ എന്നെ കണ്ടാ മതി. ആ കാശങ്ങ് തിരിച്ചു കൊടുക്കണം. ഭരതാ, ഇത് രണ്ടാം വട്ടമാ. ഞാൻ എണ്ണുന്നുണ്ട്, നീ എണ്ണിക്കോ. ഓ, എണ്ണുന്നുണ്ട്. പോ വരികടാ. പോടാ. 1,00,000 രൂപ. 11 മാസമായി കാശ് കൊടുത്തിട്ട്. കാശ് കൊടുത്തപ്പോ 2-ാം മാസം ചിട്ടി പിടിച്ചിട്ട് തരാന്ന് പറഞ്ഞു. 5-ാം മാസം ചെന്നപ്പോ പറഞ്ഞു ഇനി കിട്ടുമ്പോ തരാന്ന്. ഇത് 11-ാം മാസാ. ഇന്നലെ ചെന്നപ്പോ പറഞ്ഞു താൻ പോയി കേസ് കൊടുത്തോളാൻ. അയാളുടെ മോളെ കെട്ടിക്കാൻ സഹായിച്ചപ്പോ ഇങ്ങനെയാ പറഞ്ഞത്. എങ്കിൽ കേസിന് പോവാന്ന് കരുതി വക്കീലിന്റെ അടുത്ത് ചെന്നപ്പോ അയാൾ പറഞ്ഞു കേസ് കൊണ്ട് ഇനിയും കാശ് ചെലവാകാമെന്നല്ലാതെ ഒന്നും കിട്ടാൻ പോലില്ല. അപ്പോ വക്കീലും പറഞ്ഞ വഴിയായത്. താൻ പറയുന്ന മുഴുവൻ സത്യമാണോ? അല്ലെങ്കിൽ തന്നെ ഒടിച്ചു മടക്കി ഈ ബാഗിനകത്താക്കും. മനസ്സിലായോ? എന്താ അവന്റെ പേര്? അരവിന്ദാക്ഷൻ. 1,00,000 രൂപ കൊടുത്തെങ്കിൽ 1.25 ലക്ഷം തിരിച്ചു കിട്ടണം. 1.25 ലക്ഷമോ? അതെ. അതെന്തിനാ? എടോ, 25,000 രൂപ തന്റെ ഈ 11 മാസത്തെ അലച്ചിലിന്റെയും നാണക്കേടിന്റെയും അവന്റെ ചതിയുടെയും നഷ്ടപരിഹാരം. മനസ്സിലായോ? ഇതെന്താ ബന്ധുവല്ലോ? ഏയ്, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ മണി 10 ആയുള്ളൂ. ഏത് കഴിവേറുകളായി വേല കാണിച്ചത്? ഇറങ്ങി പറ, എടുത്തു മാറ്റാം. ശരി, മാറ്റാം. സഹായിക്കണോ മുതലാളി? കൊച്ചനെ ഇത് കണ്ടോ? കേറ്റിക്കളയും ഞാൻ. ഇത് കണ്ടോ? പെട്രോളാ. നിന്റെ മാരുതിയുടെ പുറത്തോട്ട് ഇതങ്ങ് ഒഴുക്കും. പിന്നെ ഒരു തീപ്പട്ടിയുടെ പ്രശ്നമേ ഉള്ളൂ. ഇതുപോലെ. അയ്യോ, അത് വേണ്ട. എങ്കിലെടുക്ക്. 1.25 ലക്ഷം രൂപ. 1.25 ലക്ഷം രൂപ? മറന്നു കാണും. ഒരു കടം. കുമാരൻ നായരെ, എന്താ? ഇയാളോട് വാങ്ങിച്ച 1 ലക്ഷം രൂപയും പലിശ 25,000. മനസ്സിലായോ? ഇതിൽ എത്ര ഉണ്ട് മുതലാളി? 1 ലക്ഷം. 1 ലക്ഷം. അപ്പൊ ബാക്കി 25,000 എന്ത് ചെയ്യും? ഇങ്ങി വന്നേ. ഇയാളുടെ വാച്ച് മാല ഒന്ന് അയച്ചെടുത്തേ. കംപ്ലീറ്റ് അയച്ചോ? അനുകൂലവൻ കത്തിമലി ഞാൻ നിർത്തും. ഇപ്പോ
1.25 ലക്ഷം തികയും അല്ലേ മുതലാളി? ആ കല്ലൊക്കെ ഒന്ന് മാറ്റി കൊടുത്തര്. ഇനി വന്നേ. വേണം. ഒരുപാട് പേരെ പറ്റിച്ചുണ്ടാക്കിയ കാശാണെന്നറിയാം. പിന്നെ സ്ഥലം സർക്കിൾ തന്റെ ബന്ധുവാണെന്നും അറിയാം. കൂടുതൽ മിടുക്കനാകാൻ ശ്രമിക്കണ്ട. ഞാനിവിടെ തന്നെ ഉണ്ടാവും. മനസ്സിലായോ? ഇതാ കറക്റ്റ് സമയം. കുമാരൻ നായർക്ക് വേണ്ടി ഭരതൻ അരവിന്ദാശ്രമന്റെ ബാഗ് തട്ടി. അരവിന്ദാശ്രം പോലീസിൽ പരാതിപ്പെടും. ടൗൺ സിഐയുടെ ബന്ധുവാ. അതിന്റെ കൂടെ നമ്മളും സിഐക്ക് 5ഓ 10ഓ എറിഞ്ഞ ഭരതൻ കുറെ നാൾ അഴിക്കുള്ളി കിടക്കും. എന്താ? അത് ശരിയാ. CI ടൗണിൽ നിന്നാവുമ്പോ SI മേനോന് വായും മൂടി ഇരിക്കാനേ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്കും കുറച്ച് കാശ് CIക്ക് അറിയാം. വാ. എന്താ എന്താ എവിടെ അവൻ? സത്യം പറയണം. രാവിലെ ഇറങ്ങിയതാ. കേറി നോക്ക്. ഞാനിവിടെ തന്നെ ഉണ്ട്. സാറേ, ഒരാളെ വിട്ടാ മതിയായിരുന്നല്ലോ. ഞാൻ വന്ന് കണ്ടല്ലോ. കേറട വണ്ടിയില്. വണ്ടിയിലോട്ട് കയറാൻ. എന്തിനാ? കാര്യം പറ. നീ എന്നെ ചോദ്യം ചെയ്തോ? CI സാറേ, ഇപ്പോ കൈപൊക്കിയത് ഇവരോട് മേടിച്ച കൈക്കൂലിയുടെ ശക്തിക്കായിരിക്കും, യുക്തിക്കല്ല. ചാത്തൻ തെരുവിൽ ഈ പണി വേണ്ട. നിയമത്തെക്കാളേറെ നീതിയെപ്പറ്റി ബോധമുള്ളതുകൊണ്ടാവും യൂണിഫോം ഇടാതെയുള്ള ഈ വരവ്. പട്ടി, നീ ചെവി നുള്ളിക്കോ. 1000 വട്ടം നുള്ളാം. 1000 വട്ടമല്ല, 10000 വട്ടം. ആശാനെ, ആശാൻ ഇവിടുന്ന് ഓടി രക്ഷപ്പെടണം. ആ CI രവീന്ദ്രൻ അയാൾ കുറെ പോലീസുകാരായിട്ട് വരുന്നുണ്ട്. ഇറങ്ങി വാടാ പട്ടി. പോലീസുകാരനെ അവമാനിച്ചിട്ട് എത്ര വലിയ കേടിയാണെങ്കിലും ജീവിക്കണ്ട. ഇറങ്ങി വാടാ. മര്യാദയ്ക്ക് ഇറങ്ങി വരുന്നതാ നല്ലത്. അല്ലെങ്കിൽ നിന്റെ എല്ലി ഞാൻ ചവിട്ടി പിടിക്കും. എന്താടാ, ഞാൻ ഇറങ്ങിപ്പോയോ? ഈ കോളനിയിലെ ചെറ്റകെട്ട് മുമ്പിൽ വെച്ച് അന്ന് നീ ഞെളിഞ്ഞ് പോർക്കണായിരുന്നു. അതേ ആൾക്കാരുടെ മുമ്പിൽ നീ അനുഭവിക്കുന്നു. നടക്ക. ഭരതനെ കൊണ്ടുവയ്ക്കോ. പക്ഷെ സാറേ, ഈ കൂടി നിൽക്കുന്ന കോളനിക്കാരുടെ ശവത്തെ ചവിട്ടി വേണം കൊണ്ടുപോകാൻ. നിക്ക്, ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. സാറേ, വാറണ്ട് കാണിക്കും, ഞങ്ങൾ വിടാം. അല്ലാതെ പോലീസുകാരന്റെ പുറകളാണെങ്കിൽ അത് തന്റെ വീട്ടില്, ഞങ്ങളുടെ ഭരതൻ കുഞ്ഞിനോട് വേണ്ട. പോലെ ഈ കോളനിയിൽ ഭരതൻ ഒന്നേ ഉള്ളൂ. അതിനാണ് നിങ്ങൾ കുത്തിരി പിടിച്ചിരിക്കുന്നത്. ആദ്യം അത് വിട്. വിടാൻ. ഇടി വെട്ടുമ്പോ പട്ടി ഉറക്കത്തിൽ നിന്നിട്ട് കുരയ്ക്കും പോലെ അച്ഛന്റെ പോലെ വർത്തമാനം. പറഞ്ഞും പ്രാഗിയും വർഷം 4 മെനക്കെട്ടിട്ടാ വെട്ടുകാരനെ മറിച്ചത്. ഇനിയും ഇറങ്ങിയിരിക്കാൻ എന്നെ കൊണ്ട് വയ്യ. കാര്യം എന്തായാലും നടത്താൻ പറ്റുമെന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ. മസ്താൻ ഇന്ന് വരും, നാളെ വരും, മല മറിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി ആശാനെ? വെറുതെ നടക്കാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞു. എടാ, മസ്താൻ വരും, വന്നിരിക്കും. അവൻ ബോംബെ ഒന്നും കൊണ്ട് വന്നോട്ടെ. ബോംബെ കുന്തം വേറെ എവിടെന്നേലും 10 ആളെ വിളിച്ച് പണി നടത്താനുള്ളതിന് ദേ, ഇത് ഇനിയും വെച്ച് താമസിപ്പിക്കുന്നത് പെശക ആശാനെ. അതെങ്ങനെ? ഇങ്ങനെയൊക്കെ തലയോട്ട് കയറണ്ടേ? എടാ, തന്തയോട് തറുതലയൊന്നും പറയണ്ട. ഏതങ്ങനത്തവന് ഉപ്പിലിട്ട് ഉടക്കാൻ അറിയാവുന്നത് കൊണ്ടാ ഈ വേലായൻ ഇത്രയും കൊല്ലം പിടിച്ചിരുന്നത്.
അതുകൊണ്ട് തന്നെ നീ ഇവിടെ പിടിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും മിനിറ്റിന് 10 വെച്ച് കേൾക്കുന്നതല്ലേ? വളരെ സാർ എടാ, എപ്പോഴും പറയുന്ന പോലെ അല്ല ഇത്. നാളെ മസ്താൻ ഇവിടെ വന്നിരിക്കും. എന്നിട്ട് കണ്ടോ പൂരം. ഇതെന്താ ഭൂമി വിളിക്കോ? മസ്താനല്ലേ? ആരാടാ ഭരതൻ ഇവിടെ? ഭരതൻ ഇവിടെ വന്നിട്ടില്ല. എവിടെയെന്ന് അറിയില്ല. അറിയില്ലല്ലേ? ഞാൻ കണ്ടുപിടിച്ചോളാം. ഭരതൻ കുഞ്ഞെ, വാ, നമുക്ക് തിരിച്ചു പോവാം. തിരിച്ചു പോകാനോ? എന്തിന്? തിരിച്ചു പോകേണ്ടി വരില്ല. നീയാണല്ലടാ ഭരതൻ, ഇവിടത്തെ ദാദ. അതേടാ, ഞാൻ തന്നെ. നിനക്ക് കാശ് തന്നവരോട് പോയി പറ, വെട്ടുകാടന്റെ മകൻ ഭരതൻ തന്നെയാണ് ചാത്തൻ കോളനിയിലെ ദാതയെന്ന്. അവന്മാര് കുറുവടിയും കമ്പിപ്പാരയും കൊണ്ടുവന്നെങ്കിലും ഒന്നും ചെയ്യില്ലായിരുന്നു. വെറുതെ വിരട്ടാൻ ഏമാൻ വിരളുകയും ചെയ്തു. താൻ എന്ത് മനസ്സിലാക്കിയിട്ടായി പറയുന്നത്? ഞാൻ ഉൾപ്പെടെ 10-20 പോലീസുകാരെ 100-150 പേര് മാരകായുധങ്ങളുമായി വളയുകയെന്ന് വെച്ചാ അവിടെ എന്താ സംഭവിച്ചുകൂടാത്തത്? താൻ നോക്കിക്കോ, അവനെ ഞാൻ ഒതുക്കും.
ഒതുക്കണം. അതിനാ 10 സാറിന്റെ കൈ തന്നിട്ടുള്ളത്. പിന്നെ ഇത്രയുമായ സ്ഥിതിക്ക് സാറും കൂടെ അറിഞ്ഞിരിക്കണം. അണലിയുടെ ബുദ്ധിയാ. ഭരതന്റെ ജീവനാ അവന്റെ ഉടപ്പറന്നോള്. ശാരദേ, അവളെ അവനുമായി തെറ്റിച്ച ഒന്നേ അവന് പ്രാണനിളകും, അല്ലേ അവന് നാട്ടിൽ നൊഴിയും. എങ്ങനെ? പേടിക്കണ്ടേ, വഴക്കിനും വക്കാണത്തിനൊന്നും വന്നതല്ല. ഞങ്ങൾ അറിഞ്ഞൊരു കാര്യം ചോദിക്കാൻ വന്നതാ. ഏഷണി ഒന്നുമല്ല. ആ കത്തിമൂസ അടിച്ച് ഫിറ്റായപ്പോ ഷാപ്പി വെച്ച് വിളിച്ച് പറഞ്ഞ കേട്ടതാ. വെട്ടുകാടനാശാൻ വീടും പറമ്പും ആരുടെ പേരിലാ എഴുതി വെച്ചത്? എനിക്കറിയില്ല. പത്മാക്ഷി അമ്മ ആ വീടിന്റെ കാര്യം വല്ലതും തന്നോട് പറഞ്ഞിട്ടുണ്ടോ തന്റെ കല്യാണ സമയത്ത്? അത് ശാരദയുടെ പേരിൽ എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, ശാരദയുടെ അവകാശമായിട്ട്. സ്ത്രീധനമായിട്ട് അത് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ? സ്വർണം ഒഴിച്ചാൽ? അതെ. എങ്കി അത് പോയി. ആ. പത്മാക്ഷി അമ്മയെ ഇറക്കിയിട്ട് ഭരതനവിടെ കയറി പൊറുക്കാൻ പോവുക. അല്ല, സത്യം എന്താണെന്ന് താൻ കൂടെ അറിഞ്ഞിരിക്കണമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതേ ഉള്ളൂ. വരട്ടെ. ഇവൾക്കുള്ള വീതം അത് ഉടനെ എനിക്ക് കിട്ടണം. ഒന്നുകിൽ ആ വീട്, അല്ലെ അതിന്റെ വിലയുടെ പകുതി. അത് നിർബന്ധമാണ്. ഇപ്പൊ എന്താ പ്രത്യേകിച്ച് ഒരു വിലപേശല്? കെട്ടുന്നതിന് മുൻപ് ഇങ്ങനെയൊന്നും തോന്നിയിട്ടില്ലല്ലോ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആവുന്ന അപ്പൊ അറിഞ്ഞിരുന്നില്ല. കല്യാണത്തിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അവൻ ചെയ്യുന്നത് എന്താണെന്ന് നീ ഇവിടെ കേൾക്കുന്നുണ്ടല്ലോ. പോലീസുകാരോട്ടാ യുദ്ധം. പോലീസും കേസും ഒക്കെ ആവുമ്പോ ഈ വീട്ടിലും വരും അവര് തെളിവിന് തിരക്കാൻ. ഞങ്ങളൊന്നും വീട്ടിൽ പോലീസുകാർ കയറിയിട്ടില്ല. ഇനി അതുപോലെ അയാൾ ഗുണ്ടായുസം ചെയ്ത പകയ്ക്ക് എനിക്കിട്ടോ അവക്കിട്ടോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത ഒന്നീ ഞങ്ങൾ ഇവിടം വിട്ട് പോയിക്കോളാം, അല്ലെങ്കിൽ അവൻ. പക്ഷെ ഇവിടെ വീതം ഉടനെ കിട്ടണം. ഞങ്ങളുടെ ജീവിതം തൊലയ്ക്കാൻ ഇറങ്ങിയിരിക്കുക അവൻ. ആ എരുപ്പൊളിയെ ഞാനിന്ന് അമ്മയോട് നിൽക്കുന്നുണ്ടോ? ഇത് എന്റെ കാര്യ, ഞാൻ നോക്കിക്കോളാം. അഥവാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ ഭരതനോട് പറഞ്ഞോളാം. എനിക്ക് സ്വൈര്യം തരാനായിട്ടെങ്കിലും ഭരതൻ ഇവിടെ നിന്ന് പോകാമോ? ഓരോ ദിവസം കേൾക്കും, ഭരതൻ അത് ചെയ്തു, അയാളെ വെട്ടി, ഇയാളുടെ ബാഗ് തട്ടിപ്പറിച്ചു, പോലീസുകാരനെ തല്ലി. അമ്മയായാലും കെട്ടിയനായാലും എന്റെ അടുത്ത മെക്കിട്ട് കയറുന്ന ചേട്ടനെന്ന് വിളിക്കുന്നതാണോ ഞാൻ ചെയ്യുന്ന തെറ്റ്? എല്ലാവരും കൂടി എന്നെ പന്ത് തട്ടുക. നീയും കൂടെ എന്നോട് ഇങ്ങനെ പറയേണ്ടിയിരുന്നു ശാരദ. നിനക്ക് വേണ്ടിയാണ് ഞാനിവിടെ വന്നത്, നിന്നത്. ഇപ്പോ തൃപ്തിയായി. പക്ഷെ ആ വീടെന്റെ അച്ഛൻ എനിക്ക് കൈമാറിയ സ്വത്ത്, എന്റെ ഒരേ ഒരു സ്വത്ത്, അത് മാത്രം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എത്രയാ വീതക്കാശ് ചോദിക്കുന്നേ? 1.5 ലക്ഷം. കല്യാണത്തിന് മുൻപ് അമ്മ വിജയേട്ടന് വാക്ക് കൊടുത്തിരുന്നത്ര. നിന്റെ സ്വൈര്യതയ്ക്ക് കാശാണ് അയാൾക്ക് ആവശ്യമെങ്കിൽ ഞാൻ കൊടുക്കാം 1.5 ലക്ഷം. പക്ഷെ ഇപ്പോൾ എന്റെ കയ്യിലില്ല. വെട്ടിയും കുത്തിയും വിരട്ടിയും ഒക്കെ തന്നെ വേണം അതുണ്ടാക്കാൻ. എങ്കിലും നീയും നിന്റെ കെട്ടിയവനും എങ്ങോട്ടും പോവണ്ട. ഇതൊന്നും ഭരതേട്ടനോട് പറയേണ്ടതല്ലെന്ന് എനിക്കറിയാം. ചേട്ടൻ എന്നോട് ക്ഷമിക്ക. എന്ത്? പുഴക്കരയിൽ നിന്ന് ശാരദയായി സംസാരിക്കുന്നത്. അവള് പറയുന്നതിലും കാര്യമുണ്ടല്ലോ. അവിടെ കെട്ടിയവൻ പറയുന്നതല്ലേ അവക്ക് ചെയ്യാനും പറയാനും പറ്റൂ. അത് ചേട്ടനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. അച്ഛൻ മരിച്ചപ്പോ വരാൻ തോന്നിയത് തന്നെ അവളെ ഓർത്തിട്ടാ. ഇത് പണയം വെക്കോ വിൽക്കോ ചെയ്തോളൂ, തികയില്ലെന്നറിയാം. 1.5 ലക്ഷം വലിയ തുകയല്ലേ? ഞാൻ പറഞ്ഞില്ലേ രാഘവ, ആ ഭരതന്റെ ആസ്ഥാനം ഉണ്ടല്ലോ, ആസ്ഥാനം, അതായത് ആരൂഢം, അതിപ്പോ ഇളയിരിക്കുക. ആ പെണ്ണില്ലേ അവന്റെ പെങ്ങള്, അവളെ എന്ന് അവന്റെ ചങ്കെ തന്നെ കുത്തിയിരിക്കുക. ഇനി അവന്റെ മനക്കരത്ത് ചോരാൻ തുടങ്ങും. ഉറപ്പ്. ഒരിക്കൽ നീ പോകാൻ ഒരുങ്ങിയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ തന്നെ പിടിച്ചു നിർത്തി. എങ്കിലും ഇപ്പൊ നീ പോകുന്നതാ നല്ലത്. കാലാവസ്ഥകൾ മാറുന്നു. വെട്ടുകാടന് പോലീസിന്റെയും വീട്ടുകാരുടെയും ബലമുണ്ടായിരുന്നു, നിനക്കതില്ല. ഇപ്പോൾ ശാരദ പോലും
എങ്ങനെ ഈ 1.5 ലക്ഷം രൂപ ഉണ്ടാക്കി ശാരദയെ ഏൽപ്പിക്കണം. പിന്നെ ഒരു ദിവസം, ഒറ്റ ദിവസം ആ വീട്ടിൽ കയറി താമസിക്കണം, അച്ഛന്റെ ഓർമ്മയ്ക്കായി. എന്നിട്ട് ഈ നാട് വിടണം. ആ, ഒക്കെ ചെയ്യാൻ കാശ് വേണം. വേണം, കാശ് വേണം. അതിനെന്തെങ്കിലും അവസാനമായി ചെയ്യണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 1 ലക്ഷം. ആ, ഇനി കാര്യം പറ. ഇന്ന് രാത്രി 11 മണിക്കുള്ള മംഗലാപുരം ട്രെയിനിൽ ഒരാൾ ഒരു ചെറിയ ബ്രീഫ് കേസുമായിട്ട് വരും. 58 അടുത്ത പ്രായം, മുണ്ടും ചൂവയും അണിഞ്ഞ് തല നരച്ച് ഏതാണ്ട് 5.5 അടിയോളം പൊക്കം വരും. ആളെ ശരിക്കൊന്ന് പൂശണം, പക്ഷെ കൊല്ലരുത്. അതെന്താ? ചത്താ ഞങ്ങളുടെ പ്ലാൻ എല്ലാം പൊട്ടും. അത് ശരി. അയാൾ എന്താ ചെയ്തത്? ഈസ് എ സ്മഗ്ലർ. ഞങ്ങളുടെ 100 കിലോ സ്വർണം, രേഖകളൊന്നുമില്ല. ഇത് സത്യമല്ലെന്നറിഞ്ഞാൽ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. ഭാരതം വെറും ഒരു ഗുണ്ടയല്ല, മനസ്സിലായല്ലോ? സത്യമാണ്. അപ്പോ ബാക്കി 50,000 സംഭവം കഴിഞ്ഞിട്ട്. ഓക്കെ? ഓക്കെ. എടുക്ക് ബാക്കി 50,000. 50,000? എന്ത് 50,000? വെറുതെ കളിക്കരുത്. പണി ജയിച്ചിട്ട് ഭരതനെ പറ്റിക്കരുത്. ഭരതൻ പെശകാണ്. കളിപ്പിക്കാൻ കോപ്പൊന്നുമല്ല ആശാനെ. പണി ചെയ്താലല്ലേ കാശ് തരാൻ പറ്റൂ. ഞങ്ങൾ പറഞ്ഞ പാർട്ടി ഇന്നത്തെ ട്രെയിനിൽ വന്നിട്ടില്ല, നാളെ വരത്തുള്ളൂ. പിന്നെ ഞാൻ തല്ലിയത് ഞങ്ങൾ പറഞ്ഞ ആളിനെ അല്ല. നിനക്കൊക്കെ ഇത് നേരത്തെ ഒന്ന് പറയാൻ പറ്റാത്തടാ. നിന്റെയൊക്കെ തെറ്റുകൊണ്ട് തുലഞ്ഞത് ഏതോ ഒരു പാവത്തിന്റെ ജീവനാ. അത് തിരിച്ചു കൊടുക്കാൻ നിന്റെയൊക്കെ കാശിന് കഴിയൂടാ. എടുക്കണ ബാക്കി 50,000 രൂപ. ആ പാവത്തിന് ജീവനുണ്ടെങ്കിൽ ആ കാശ് മരുന്ന് വാങ്ങാനെങ്കിലും കൊണ്ട് കൊടുക്കണം. എടുക്കണം. ഓട്ടാശാനെ, തെറ്റാർക്കാലും പറ്റും. ഇല്ല, പറ്റില്ല. ഭരതന് പറ്റാൻ പാടില്ല. ഗുണ്ടാപ്പണിക്ക് വേണ്ടി തെണ്ടി നടന്ന് ഗുണ്ടയായവനല്ലേ ഭരതൻ.
ഒരു പാവം മനുഷ്യന്റെ ചോര ഈ കയ്യിൽ വീണെങ്കിൽ ഭരതൻ അതിനുവേണ്ടി അനുഭവിക്കണം. ധൈര്യമുണ്ട് ആരുടെയും മുമ്പിൽ ചെന്ന് തെറ്റിയെന്ന് പറയാൻ. കൊടികുത്തി വാഴുന്ന ഈ ഭരതൻ CI രവീന്ദ്രന്റെ മുമ്പിൽ ചെന്ന് കുറ്റമേൽക്കും. വേണ്ട കുഞ്ഞെ, ഞങ്ങൾ പറയുന്നത് കേക്ക്. വേണ്ട വെറുതാ. ആ CI രവീന്ദ്രനെ നിനക്ക് അറിയാലോ. വെറുതെ കുഴപ്പത്തിൽ ചെന്ന് ചാടണ്ട. വേണം, എങ്കിലേ ഈ പാവം കഴുകിക്കളയാൻ പറ്റൂ. ഈ ഭരതന് ഇടിയും തൊഴിയും ഒന്നും ഒരു പ്രശ്നമല്ല. മനസ്സാക്ഷി അതാ വലുത്. ഇനി നീ ഇവിടുന്ന് പോകുന്ന എനിക്കൊന്ന് കാണണം. എങ്ങനെയുണ്ട് ഇപ്പോ? വേദനയുണ്ട്, എങ്കിലും അപകടം മാറിയെന്ന ഡോക്ടർ പറഞ്ഞത്. മാഷേ, മാഷേ, ഭരതൻ അവൻ കുറ്റമേറ്റു. ആളെ തെറ്റ് ചെയ്തു എന്നാ എന്നോട് അവൻ പറഞ്ഞത്. ഞാൻ പോലീസുകാരെ വിടാം. മാഷ് പരാതി പറഞ്ഞു കൊടുത്താൽ മതി. എനിക്ക് ആരോടും പരാതിയില്ല. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. കേസെടുത്ത് നടത്താനുള്ള സമയവും പണവും എന്റെ കയ്യിലില്ല. അതുകൊണ്ട് അയാളോട് പറഞ്ഞേക്കൂ ഞാൻ ക്ഷമിച്ചെന്ന്. ആ മൂപ്പിന്ന് കേസ് കൊടുക്കാത്തത് നിന്റെ ഭാഗ്യം. പിന്നെ സൂക്ഷിച്ചും കണ്ടും നടന്നോണം. എന്റെ കൈക്ക് വെറുതെ ജോലി ഉണ്ടാക്കരുത്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ചാത്തൻ കോളനി വെടിവെപ്പുണ്ടായാലും ശരി, നിന്നെ ഞാൻ പൊക്കും. ഓക്കെ. നിക്ക്. പേടിയാണെങ്കിലും നീ ആള് കൊള്ളാം. തെറ്റ് പറ്റിയെന്ന് അറിഞ്ഞപ്പം കുറ്റമേൽക്കാനുള്ള ആ ചങ്കൂറ്റം അതെനിക്ക് പിടിച്ചു. അല്ല വെറുതെ വല്ല കാര്യം ഉണ്ടായിരുന്നു ആ കരിമ്പുലിയുടെ വായിലേക്ക് തല വെച്ചു കൊടുക്കാൻ? തിരക്കിയോ? തിരക്കി. പെരിങ്ങോട്ടുകര പ്രൈമറി സ്കൂളിലെ ഹെഡ്മാസ്റ്റർ 3 ദിവസം ആശുപത്രി വിടും. ആ പെണ്ണു മോളാ ഇളയോള് ചേച്ചിയുടെ കുട്ടിയാ കൂടെ. അതിന്റെ തള്ളി നന്ദിയ 2 കൊല്ലം മുമ്പ് കൂറ്റനാട് ബസ് അപകടത്തിൽ മയ്യത്തായത്. ആ മാഷിന്റെ ഒരു ആയുസേ, അയാൾ എന്താ മരിക്കാന്? എന്റെ രാഘവ അവനിട്ടൊന്നും ഏശത്തില്ല. അവന്റെ സമയം നല്ലതാ. ഇല്ലെങ്കിൽ ആ കിളവ് മാസം തല്ലിയപ്പോ അയാള് ചത്തുകൊണ്ടല്ലോ. ചത്തില്ലെന്ന് മാത്രമല്ല കേസും വേണ്ടാന്ന് വെച്ചു. എനിക്കതല്ല മനസ്സിലാകാത്തത്. ആ CI അവനെന്തിനാ പുറത്തു വിട്ടത്? എന്തെങ്കിലും എഴുതി ചേർത്ത് അവൻ അകത്തിട്ടുള്ളായിരുന്നു. അതിന് അയാൾക്കും അവനെ പേടിയാ. പുറത്തിറങ്ങി നടക്കാൻ മേലെ. പണ്ട് കണ്ട ചാടി എണീക്കണവന്മാര് ഇപ്പൊ കാലിന്മേ കാലിട്ടാ ഇരിപ്പ്. എന്നിട്ട് കളിയാക്കി ഓരോ കുത്തുവാക്കുകളും സഹി കെട്ടും. ഏതായാലും ഞാൻ മധുര വരെ ഒന്ന് പോകാൻ തീരുമാനിച്ചു. അതെന്തിനാ? മധുര മീനാക്ഷി തൊഴാനോ? അല്ലടാ, എനിക്ക് മരുതുപാണ്ടി തേവരെ ഒന്ന് കാണണം. നിനക്കറിയോ മരുതുപാണ്ടി തേവര ആരാണെന്ന്? ആരാ? മരുതുപാണ്ടി തേവരെന്ന് കേട്ടാൽ ഏത് കൊലകൊമ്പനും കിടുങ്ങും. 15,000 രൂപ കൊടുത്താൽ ഒരു കാല്, 25,000 രൂപ കൊടുത്താൽ ഒരു കാലും കയ്യും. എടാ അണലി, ഞാൻ 50,000 രൂപയാ കൊടുക്കാൻ പോകുന്നേ. നീ നോക്കിക്കോ, 2 കൈയും കാലും ഇല്ലാതെ നമ്മുടെ ഭരതൻ ദാദാ റോഡിൽ കിടന്നതാ ഇങ്ങനെ ഇങ്ങനെ ഇഴയും. വല്ലതും തരണേ വല്ലതും തരണേ എന്ന് പറഞ്ഞ് നടന്നാ നല്ലതാ. പക്ഷെ രാഘവ, ബോംബെയിൽ നിന്റെ അച്ഛനിറക്കുമ്പോൾ മസ്താൻ വാണം പോലെ ചീറ്റി. അതോർമ്മ വേണം. അച്ഛൻ വേറെ ഞാൻ വേറെ. നീ നോക്കിക്കോ, ഇന്ന് തന്നെ ഞാൻ തേവരെ കാണും. என்ன ராகவாது இந்த சின்ன விஷயத்துக்கு போய் இவ்வளவு கவலைப்படுற? അല്ല, ചിന്ന വിഷയം എന്ന് പറഞ്ഞാൽ തേവര് വിചാരിക്കുന്ന പോലല്ല. അവൻ ആള് മഹാ കില്ലാടിയാ. என்னையா பெரிய கில்லாடி? கில்லாடியா மாஸ்டர்? நம்ம ஆளுங்க அவனை பிச்சு எடுத்து போடுவாங்க தெரியுமில? உனக்கு என்ன, அவனை தீர்த்து கட்டணும் அவ்வளவுதானே? அல்ல, இங்க வாங்கடா. என்னண்ணே தம்பி, ரொம்ப முக்கியமானவர். இவங்க அப்பா என் தோஸ்த். இவர் ஒருத்த காம்பாரு, புரியுதுல்ல? நீங்க இங்க வரும்போது உங்ககிட்ட அவன் 2 கால் இருக்கணும், உங்ககிட்ட அவன் 2 கை இருக்கணும். என்ன? சரிண்ணே. തേവരെ അവര് മാത്രം വന്നാ പോരാ, തേവരും വരണം. நான் எதுக்குப்பா? இவங்க போதும். உனக்கு இவங்களை பத்தி தெரியாது, அதனால நீ சொல்ற. എല്ലാം தெரியும், പക്ഷെ തേവര് വന്നേ പറ്റൂ. என்ன புரியாத ஆளா இருக்க? ஒன்னும் கவலைப்படாத ராகவா, நான் சொல்றேன்ல,
ഇടക്കൊക്കെ ഇതുപോലെ വലിയ വലിയ ബാറിൽ വന്ന് രണ്ടെണ്ണം വീശുന്നതിന്റെ ഒരു സുഖേ. പിന്നെ ഭരതം കുഞ്ഞെ, ആ ദേവശിയുടെ ഷാപ്പിലെ മുട്ടയും നാടനും അത്രയ്ക്കും അടുത്തു. അധികം വാചം അടിക്കണ്ട, വേണമെങ്കിൽ ഒരെണ്ണം കൂടെ വിട്ടോ. ഹലോ, രണ്ട് വലുതൻ. എന്താ പറഞ്ഞത്? വലുതൻ രണ്ടെണ്ണം. ഈ പാന്റും കോട്ടും ഇട്ട് നടക്കാന്നല്ലാതെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്ന ടൈപ്പ് അല്ല. അത് നമ്മള് ദേവസ്യല്ലേ. ഹായ്, കൊള്ളാമല്ലോ. ഒരു രണ്ടെണ്ണം കൂടെ പറയട്ടെ. ദേ ഈ സാറന്മാർക്ക് ഒരു 2 പെഗ്ഗൂടെ. അതിരിക്കട്ടെ, നിങ്ങൾ ആരാ, എവിടുന്ന് വരുന്നു? நாங்க மதுரையில இருந்து வர்றோம். மருதுபாண்டி தேவர்னு கேள்விப்பட்டிருக்கியா? ഉയ്യോ, പിന്നെ അതിന് എന്നെ உன்னை தேடித்தான் வந்தோம். இல்லன்னா எதுக்கு இவ்வளவு தூரம்? എന്നെ തേടിയോ? എന്തിന്? அதான்ப்பா ஒரு ராகவன். ഓ, അത് ശരി. എത്ര രൂപ തന്നു? சும்மா 50,000 ரூபாய். வெறும் 4 பீஸ், அவ்வளவுதான். നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. മര്യാദയ്ക്ക് 2 എണ്ണം വിട്ടിട്ട് സാറുമാര് സ്ഥലം കാലിയാക്കുന്നതാ നല്ലത്. அது எப்படி? நாங்க வந்த வேலையை முடிச்சிட்டு தான் போனோம். அதான் எங்க அண்ணன் உத்தரவு. ഓ, അപ്പടിയാ? ചെന്ന് പറയടാ നിന്റെ തേവരോട്, 50,000 അല്ല 50 ലക്ഷം വാങ്ങിയാലും ഈ ഭരതനെ ഒരു പുല്ലും ചെയ്യാനൊക്കത്തില്ലെന്ന്. புல்லுகள் எதுக்குப்பா? அது பசுமாடு தின்னுட்டுமே, நமக்கு எதுக்கு? ஏண்டா 50,000 இல்ல 50 லட்சம் ரூபாய் வாங்கினாலும் தேவரால ஒரு புல்லும் செய்ய முடியாது இல்ல? ஏண்டா எவ்வளவு திமிர் இருந்தா நீ இப்படி சொல்லிருப்ப? இல்ல உன் உயரத்துக்கு முடிய வச்சுட்டா நீ பெரிய ரவுடியாடா, போரிக்கு பால. அப்பாவி ஊர்ஜனங்களை ஏமாத்தி தின்னுட்டு இருக்க பெரிய உஸ்தாது நினைப்பாடா? தேவர் யாருன்னு உனக்கு தெரியாதுல்ல, இப்ப தெரிஞ்சுக்குவேன்.
ദേവരെ, ഞാൻ ആരാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. പൊയ്ക്കോ. പിന്നെ കൈയും കാലും ഒക്കെ പാഴ്സലായിട്ട് അങ്ങ് അയച്ചു തന്നേക്കാം. ഇതാവുമ്പോ നീ വല്ല പട്ടാളത്തിലോ ഒറ്റോ ചേരണം. അത് വേണ്ടല്ലേ, ഉണ്ണിക്കുട്ടൻ എന്നെ പോലൊരു സ്കൂൾ മാഷായാ മതി. അത് വേണ്ടച്ചാ. എന്നിട്ട് വേണം ഇതുപോലെ ആരെങ്കിലും വന്ന്. അത് മാഷായന്റെ കുറ്റ. എന്താ ദേവി ഇങ്ങനെ? അച്ഛൻ കിടക്കുന്നത് കണ്ടത് ഞാൻ ഈ ഉണ്ണിക്കുട്ടനുവാ. മറക്കാൻ പറ്റില്ല ആ കാഴ്ച. എന്നിട്ടിപ്പോ ഒന്നും സംഭവിച്ചില്ലല്ലോ. അങ്ങനെ കാര്യങ്ങൾ കാണാൻ നോക്കുക. ജീവിതത്തിന്റെ നല്ല വശങ്ങൾ മാത്രം. തുടങ്ങി അച്ഛന്റെ വേദാന്തം. ഞാൻ പോണു. ആ, അച്ഛന് കുടിക്കാൻ കഞ്ഞിവെള്ളം എടുക്കട്ടെ. ആരാ മനസ്സിലായില്ല? അറിയില്ലെങ്കിലും മാഷിനെ ഞാൻ അറിയും. കുറച്ച് ദൂരേന്ന് വരിക. ഇരിക്കൂ മോളെ, ഒരു ചായയും കൂടെ എടുത്തോളൂ. ചായ ഒന്നും വേണ്ട മാഷേ, ഞാൻ ഉടനെ പോകും. ദൂരേന്ന് വരികയല്ലേ, എന്താ വന്ന കാര്യം? മാഷിന് ഇങ്ങനെ ഒരു അപകടം. ആരോ തെറ്റി ചെയ്തെന്നാ പറയണേ. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടി. ഒന്ന് ചോദിച്ചോട്ടെ മാഷേ? എന്താ? മാഷെ ഇങ്ങനെ ചെയ്തയാള് നേരിട്ട് മുമ്പിൽ വന്നാൽ മാഷ് എന്ത് ചെയ്യുകയാളെ? എന്ത് ചെയ്യാൻ? എന്തിനിങ്ങനെ ശിക്ഷിച്ചു എന്ന് ചോദിക്കും. രോഷം, പ്രതികാരം. അതുകൊണ്ട് എന്ത് ഫലം? സംഭവിക്കാനുള്ളത് സംഭവിച്ചില്ലേ? അല്ല, എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. വിഷമമുണ്ട്. കൊടും ക്രൂരതയാണ് കാണിച്ചതെന്ന കുറ്റബോധവുമുണ്ട്. അന്ന് രാത്രിയില് മാഷെ അടിച്ചു വീഴ്ത്തിയത് ഞാനാ, ഭരതൻ. എന്താ? എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കാനോ? ഈശ്വരൻ പോലും ക്ഷമിക്കില്ല. ഈ പാവം മനുഷ്യനെ കൊല്ലാൻ ശ്രമിച്ച ദുഷ്ടൻ. പോകാൻ. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. എന്റെ മനസ്സിന്റെ വിങ്ങല് മാറാൻ ഞാൻ എന്തും കേൾക്കാം, എന്തും സഹിക്കാം. എനിക്ക് തെറ്റിപ്പോയി. തെറ്റിത്രേ. നാണമില്ല ഇങ്ങനെ പറയാൻ. ഇവിടുന്ന് തന്നെ പോലെയുള്ള വൃത്തിയായിട്ട് മൃഗങ്ങള് ഈ വീട്ടിലേക്ക് അശുദ്ധമാക്കണ്ട. ദേവി, ഇതുവരെ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്റെ അച്ഛൻ. അങ്ങനെ ഒരാളെ ഈശ്വരൻ നിങ്ങൾ വെറുതെ വിടില്ല, അനുഭവിക്കും. പോകാൻ. മോളെ, ഇങ്ങനെ സംസാരിക്കാനല്ല ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അച്ഛൻ ഇപ്പൊ എന്നോടൊന്നും പറയരുത്. നിർത്താൻ. എന്നോടുള്ള കോപം ആ പാവം കുട്ടിയോട് തീർക്കണ്ട. ഇത് ഞാൻ അർഹിക്കുന്നു. മാഷിന്റെ ദുർവിധിക്ക് എന്നെ പ്രേരിപ്പിച്ചത് ഈ പണമാണ്. ഇതെനിക്ക് വേണ്ട. എന്താ എന്ത് പറ്റി? വർഷാപ്പിന് ആരോ തീ വെച്ചു. സാധനങ്ങളെല്ലാം കട്ടുകൊണ്ടുപോയി. കൊലയ്ക്കാതെ കാര്യം എന്താന്ന് പറ. എടോ, കേടിയാണെങ്കിൽ തന്റെ ഇടം വേണം. ഇവളുടെ വീതം ചോദിച്ചെന്ന പക നിന്റെ ഉള്ളിൽ കിടന്ന് പോകുന്നു അല്ലടാ. നേർക്ക് നേരെ വന്ന് എന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നതിന് പകരം ചില പേട്ട് കള്ളന്മാരെ പോലെ എന്റെ വർഷാപ്പം കത്തിച്ച് കുറെ സാധനങ്ങൾ കെട്ടോണ്ട് പോയാൽ ഞാൻ ഒന്ന് അറിയില്ലെന്ന് വിചാരിച്ചോ? പെങ്ങളാണ്, പൊന്നാണ് എന്നൊക്കെ പഞ്ചാര വാക്ക് പറഞ്ഞ് നടന്നിട്ട് ദാഹവും വീതം വന്നപ്പോ പത്തുപൊക്കി. ഇന്ന് വരെ എന്റെ കെട്ടിയോൻ നിങ്ങളുടെ അടുത്ത് വഴക്കിന് വന്നിട്ടുണ്ടോ? ആകെ കൂടെ ചോദിച്ചത്
എന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ച സ്വത്തിന്റെ ന്യായമായിട്ടുള്ള ഒരു ഭാഗ. അതിനെ തീ വെച്ചതുണ്ടല്ലോ മരിച്ചുപോയ എന്റെ അച്ഛന്റെ ശവത്തെ കുത്തുന്നത് പോലെ. സ്വന്തം പെങ്ങളോട് ഗുണ്ടാപ്പണി കാണിക്കുന്നത് വലിയ മിടുക്കൊന്നുമല്ല. വർക്ക്ഷോപ്പിന് തീ വെച്ചത് ഞാനാരാ പറഞ്ഞത്? ആരോ ആയിക്കോട്ടെ. നിങ്ങളോട് ചോദിച്ചില്ല. ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? അളവി തോമ. എവിടെ കട്ടെടുത്ത സാധനങ്ങൾ? എനിക്കറിയാൻ മേല. അത് ഞാൻ മാത്രമല്ല, രാഘവനും വേലായിട്ടോടെ പറഞ്ഞിട്ട് കൊമ്പൻ കൃഷ്ണ അതിന്റെ. ഇവന്മാര് പറയും ആരാ കട്ടതെന്ന്, ആരാ തീ വെച്ചതെന്ന്. ഉടപ്പിറന്നുള്ള കെട്ടിയവനെ ചതിക്കുന്ന മനസ്സ് പറഞ്ഞില്ല. സ്നേഹിച്ചിട്ടേ ഉള്ളൂ എല്ലാരെയും. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോയി. അതെന്റെ കുറ്റമല്ല. ഓർമ്മ വെച്ച നാൾ മുതൽ അനുഭവിച്ചറിയുന്നത് കൊണ്ട് ആരെന്ത് വിചാരിച്ചാലും ഭരതൻ ഒരു ചുക്കുമില്ല. അമ്മ മരിച്ചപ്പോ എല്ലാം കഴിഞ്ഞു. അച്ഛൻ കൂടി മരിച്ചപ്പോ കലാശം കഴിച്ച പോലെയായി. പിന്നെ ഇരുട്ട, സർവത്ര ഇരുട്ട്. അതിലെവിടെ തപ്പിത്തടഞ്ഞു വീണാലും ഭരതനെല്ലാം ഒരുപോലെ. എനിക്കാരുടെയും വീട് വേണ്ട. അതുകൊണ്ട് ഇവളുടെ ജീവനം തകരുകയും വേണ്ട. ഇവളുടെ പേരിൽ ഞാൻ എഴുതി വെച്ച ഇഷ്ടദാനം ചെല്ല്. എന്നിട്ട് എല്ലാവരും കൂടെ സുഖമായിട്ട് ജീവിക്കുക. ഒന്ന് നിൽക്കൂ. അച്ഛൻ ഇതിവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞു. എന്റെ അച്ഛന്റെ ജീവന് 1.5 ലക്ഷമല്ല വില. അച്ഛൻ എന്നോട് പറഞ്ഞു പറ്റുമെങ്കിൽ അച്ഛനെ വന്നെന്ന് കാണാൻ. ദേവി എല്ലാം വന്ന് എന്നോട് പറഞ്ഞു. ഇങ്ങോട്ട് വന്ന് എന്നെ കാണാൻ പറഞ്ഞത് ബുദ്ധിമുട്ടായി അല്ലേ? സന്തോഷമായി. ഒന്നുമില്ലേ, മാഷ് വിളിച്ചല്ലോ. ഇതൊക്കെ തനിക്ക് നിർത്തിക്കൂടെ ഭരത? ഈ പണി കൊണ്ട് കാശ് കിട്ടും. കാര്യം ശരിയാ. പക്ഷെ കുറച്ചുകൂടി പ്രായം എത്തുമ്പോ തിരിഞ്ഞു നോക്കേണ്ടി വരും. ജീവിതം കൊണ്ട് എന്ത് നേടിയെന്ന് സ്വയം ചോദിക്കും. അത് വളരെ മുമ്പേ തോന്നി തുടങ്ങി മാഷേ. പിന്നെ അങ്ങനെ പോകുന്നു. ഗുണ്ടയോ ദാതയോ ആകാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയവനല്ല ഞാൻ. അച്ഛൻ ദാതയായിരുന്നത് കൊണ്ട് അങ്ങനെ ആയതുമല്ല. പിന്നെ എങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചിലപ്പോ തോന്നും അച്ഛൻ മരിച്ചതറിഞ്ഞ് തിരിച്ചു വരേണ്ടിയില്ലായിരുന്നു എന്ന്. അതുകൊണ്ടാണല്ലോ കോളനി എന്നെ ഒരു ദാതയാക്കി മാറ്റിയത്. ബോംബെക്ക് ഒളിച്ചോടിപ്പോയത് ഇളയമ്മയുടെ കുത്തുവാക്കും ഏഷണിയും മടുത്തിട്ടാ. ഒരു ജോലി ചെയ്ത് കുറച്ച് പണവുമായി വന്നിട്ട് ഇവിടെ എന്തെങ്കിലും സ്വസ്ഥമായിട്ട് തുടങ്ങാനായിരുന്നു പരിപാടി. അച്ഛൻ മരിച്ചപ്പോ തകർന്നുപോയി. ഈ ലോകത്തിനി ആരുമില്ല എന്ന് മനസ്സ് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരുതരം ഭ്രാന്താവേശമില്ലേ? അങ്ങനെ അച്ഛനെ കൊന്നവരെ തല്ലി ദാതയായി. ഇതിലെവിടെയാ മാഷേ ഞാൻ ചെയ്ത തെറ്റ്? എവിടെയോ ഒരു തെറ്റുണ്ട്, ആർക്കും പറ്റിപ്പോകാവുന്നത്. അത് തിരുത്താൻ ഞാൻ കൂടെ ഭരതനെ സഹായിച്ചാലോ? സത്യം പറയാമല്ലോ മാഷേ, മാഷിനെ കണ്ടപ്പോ മുതൽ എനിക്കാരെയോ തിരിച്ചു കിട്ടിയെന്നുള്ള തോന്നൽ. അതാരാന്ന് ചോദിച്ചാൽ ഞാൻ കൊച്ചിലെ കണ്ട എന്റെ അച്ഛനാ. ദേവി, ചോറ് വിളമ്പിക്കോളൂ. ഭരതന് പോകാൻ തിടുക്കം കാണും. എന്തുവാടാ ഒരു ചവിട്ട് നാടകം? ചവിട്ട് നാടകം? എന്ത് നാടകം? എന്റെ കാലിന്റെ ഇടയ്ക്ക് ഒരു ചൊറിച്ചില്, അതുകൊണ്ട് മണ്ണിലിട്ട് ഇങ്ങനെ അടിച്ചതാ. അല്ലെങ്കിൽ നിനക്ക് ഇത്തിരി ചൊറിച്ചില് കൂടുതലാ. അത് ഞങ്ങൾ മാറ്റി തരാം. അല്ലടാ കൃഷ്ണ? എന്റെ വേഗിട്ട് നിങ്ങൾ നിങ്ങളെ പാട്ടിന് പോ. അങ്ങനെ പോകുന്നില്ല. നിന്നെ ഒറ്റയ്ക്കെന്ന് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. എന്തിനാന്നോ ഈ ഷേപ്പ് ഒന്ന് മാറ്റിയെടുക്കാം? അല്ലെങ്കിൽ ഇപ്പൊ നല്ല ഷേപ്പാ. ഷേപ്പിനെന്താ കുഴപ്പം? ഞാൻ ആള് പെസക, ഈ കാണും പോലല്ല. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണോ വന്നത്? വെറുതെ പൊല്ലാപ്പുണ്ടാക്കണ്ട. പോയിക്കോളി. എന്ത് പൊല്ലാപ്പാടാ പുല്ലേ? നിന്നെ ഞങ്ങൾ മയ്യത്താക്കും. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലേ? എന്നാ പിടിച്ചോ.
നിങ്ങൾ എന്താ ഈ കാട്ടണത്? എനിക്ക് കഴിച്ചാൻ കൂടിയാ. അല്ല അമ്മോ ഇത് കിനാവായിരുന്നില്ലേ? എന്റെ നടു ഒടിഞ്ഞ്. ഞാൻ ആണലും രാഘവനും കൃഷ്ണനാണെന്ന് വിചാരിച്ചാ. നിങ്ങളൊരു വിചാരം അവിടെ ഒന്ന് വിചാരിച്ചോളി. ഓ, മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ല. എലിന്റെ അത്രേ ഉള്ളൂ. ശരി. ഭരതേട്ടനെ ഇവിടെ വെച്ചെങ്കിലും കണ്ടത് ഭാഗ്യായി. എന്താ പ്രശ്നം? നമോ നമോ ഗണേശായ നമസ്തേ ശിവസോനവേ നിർവിഘ്നം ഗുരുദേവശ നമാവിവാം ഗണാധിപ വക്രതുണ്ട മഹാകായ കോടിസൂര്യ സമപ്രഭ അവിഘ്നം ഗുരുദേവദേവ സർവകാര്യേഷു സർവദാ രോചന രോചമാ കല്യാണ നമസ്തേ ശിവസോനവേ. ആലോചനയും നിശ്ചയമൊക്കെ കഴിഞ്ഞോ? എണീക്കണം. പാവം പെണ്ണുങ്ങളെ ചതിക്കണം എന്റെ ജോലി അല്ല. ചതിക്കോ? വെറുതെ അനാവശ്യം പറയരുത്. അനാവശ്യോ? ഒരു പാവം പെണ്ണെ വലയിൽ വീഴ്ത്തി നീ അവിടെ നശിപ്പിച്ചതാ. ഇവിടെ ഇരിക്കുന്ന ആരാണെങ്കിലും കൊള്ളാം, വേറൊരു പെങ്കച്ചിനെ പഴപ്പിച്ചിട്ടാ ഈ റാസ്കൽ ഇവിടുത്തെ പെണ്ണെ കെട്ടാൻ വന്നിരിക്കുന്നത്. ഇവനെ ഞാൻ കൊണ്ടുപോവാ കെട്ടിക്കാൻ. കൊട്ടും കുരയും ഒന്നുമില്ലാതെ ഇവനെ കൊണ്ട് ഞാൻ ആ പെണ്ണിനെ കെട്ടിക്കും. നടക്കാം. ഉനക്ക് தெரியாது ഭരത. തങ്കം പോലാ ഞാൻ അവളെ നോക്കി വളർത്തിയത്. അപ്പ എന്ന് അവളെ വിളിക്കുമ്പോ അപ്പ മാത്രമല്ലായിരുന്നു ഞാൻ, എരണ്ടുപോണ അവളുടെ അമ്മ കൂടെ ആയിരുന്നു ഞാൻ. ഒന്നുമില്ലേലും വിഷമം പിടിച്ച നേരത്താണെങ്കിലും അവൾ എന്നോടെങ്കിലും വന്ന് പറഞ്ഞല്ലോ. ജാതിയിലൊന്നും വ്യത്യാസമില്ലല്ലോ ആ പയ്യന്. പിന്നെ സ്വാമിയുടെ പണവും പ്രതാപവും അനുസരിച്ച് കല്യാണം നടത്താൻ പറ്റിയില്ല, അത്രയല്ലേ ഉള്ളൂ. രജിസ്റ്റർ കച്ചേരി ഇറങ്ങിയപ്പോ തൊട്ട് ആ കൊച്ച് ഒരേ കരച്ചില. അപ്പായുടെ മുഖത്ത് എങ്ങനെ നോക്കും? അപ്പായുടെ എന്ത് മറുപടി പറയുന്നുണ്ട്? സ്വാമിക്ക് എന്നെ വിശ്വാസമില്ലേ? വരുന്നേ. ഭരതൻ ചെയ്തത് ഗുണ്ടായുസമോ റൗഡിത്തരമോ ഒന്നുമല്ല, ഒരു കാരുണ്യ പ്രവൃത്തിയാ. ആ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചു, അത്ര തന്നെ. കാര്യം ശരിയാ മാഷേ, പക്ഷേ ഇപ്പൊ എനിക്കൊരു പേടി. ഉള്ളിൽ പകവെച്ചോണ്ട് ആ കൊച്ചിനെ അവൻ പീഡിപ്പിക്കുമെന്ന്. കേട്ടിടത്തോളം അത്രയ്ക്ക് ധീരനൊന്നുമല്ല ആ പയ്യൻ. പിന്നെ ഭരതൻ ഇടയ്ക്കിടയ്ക്ക് അവനെ ഒന്ന് മുഖം കാണിച്ചാ മതി. ചായ. എന്താ? ആരെ കാണാനാ? ആശാനുണ്ടോ? ആശാനെന്ന് വെച്ചാ ഈ കിടക്കണത് ഒരു ആശാനാ? അയ്യോ ഇതല്ല, ഭരതൻ. ഭരതൻ ആശാൻ. ആ, അങ്ങനെ തെളിച്ചു പറ. ഇപ്പൊ വിളിക്കാം. ഭരതേട്ടാ. എന്താ? ഒരു ചെറിയ പണിയുണ്ട് ആശാനെ. നോട്ട് ഇരട്ടിപ്പെന്ന് പറഞ്ഞ് ഒരാൾ ഞങ്ങളെ പറ്റിച്ചു. ആശാൻ ഞങ്ങളെ കൂടെ ഉടനെ വരണം. എവിടെ പുള്ളി? എവിടെ ആയാലെന്താ? ഭരതൻ ആ പണി നിർത്തി. കാശ് മേടിച്ച് തല്ലുന്ന പണി ഭരതൻ ഇനി എടുക്കില്ല. നിങ്ങളോട് കേൾക്കാനാ പറയുന്നത്. കാശ് എടുത്തോണ്ട് പൊയ്ക്കോ. വെക്കുവാൻ അവസരം കാത്തിരിക്കുന്ന വേറൊരുത്തനുണ്ട് ഈ കോളനിയില്, രാഘവൻ. അവനോട് പറഞ്ഞേര് ഭരതൻ അരപ്പട്ട അഴിച്ചെറിഞ്ഞു. കൊണ്ടുപോ. എന്താ വിജയ? എനിക്കാ തെറ്റിയത്. ഞാൻ നിങ്ങളെ മുൻവിധിയോടെ കണ്ടു, തെറ്റിദ്ധരിച്ചു. ഭരതനെ പറ്റി എല്ലാം അറിഞ്ഞ എപ്പോഴാ? ഇതിന്റെ ആവശ്യമില്ല. ആ വീട് ഭരതന്റേത് കൂടാ. അവിടെ നിന്ന് താമസിക്കണം, ഒരുമിച്ച് ഒരു കുടുംബം പോലെ. ഇവളും 5-6 മാസം കഴിഞ്ഞ് കുറച്ചു ദിവസം അവിടെ താമസിക്കണമല്ലോ. ഇപ്പൊ പോയവരോട് ഭരതേട്ടൻ പറയണ കേട്ടോ, എല്ലാം നിർത്തിയെന്ന്. ഭരതേട്ടൻ എവിടൊക്കെയോ പോയി തിരിച്ചു വന്ന പോലെ.
പിന്നെ ഞാൻ എന്തൊക്കെയോ അരുതാത്തത് പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം. വിജയ, എപ്പോഴും തന്നെ ഞാൻ ഇവളുടെ ഭർത്താവായി കാണാൻ ശ്രമിച്ചത്. പക്ഷേ താൻ എന്നെ ഒരു ഗുണ്ടയായി കണ്ടു. മുഴുവനും തന്റെ തെറ്റല്ല, പിന്നെ ഓരോരോ വിധിയല്ലേ, മുടക്കാൻ പറ്റുമോ? ചേട്ടാ, അങ്ങനെ ഭരതൻ പിന്മാറി. ഇതുവരെ നിനക്കൊന്നും ഈ വേലായുധനെയും രാഘവനെയും ഒന്നും വേണ്ടായിരുന്നു അല്ലേ? അപ്പോ ഇതുപോലെ ഇനി 2 കെട്ടൂടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ജോലിക്കാരും തീരുമാനിക്കാം. എന്താ? അച്ഛൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടല്ലോ. ആയെങ്കിൽ പോയി കൊണ്ടുവരാം. അങ്ങനെ ഭരതൻ എന്നൊരു മാരണം ഒഴിയുന്നു. വേലായിട്ടാ, ഭരതൻ ഒഴിയുന്നതേ വെട്ടുകാരന്റെ വീട്ടിലേക്കാ. ചാത്തൻ കോളനി തന്നെ ആ വീട്, അത് മറക്കണ്ട. അച്ഛൻ വേറൊരു കാര്യം കൂടി ഓർക്കണം. വേലായുധന്റെ മകൻ രാഘവൻ ഈ കോളനിയിൽ ദാതയാകാൻ പോണെങ്കിൽ അത് ഭരതൻ ഇട്ടെറിഞ്ഞിട്ട് പോയ കത്തിയും എടുത്തോണ്ടായിരിക്കില്ല, അവനെ കുത്തി മലത്തിയിട്ടായിരിക്കും. നീ എത്ര നാളാടാ രാഘവായി മസിലും പിടിച്ചത് പറയാൻ തുടങ്ങിട്ട്? ആണോനെ കുത്തിമലത്തി കാണിക്കടാ. എനിക്ക് എന്തോ ഒരു വിശ്വാസം തോന്നുന്നു. അതുകൊണ്ട് ഭരതനോട് തുറന്നു പറയുക. അഹിംസയും ഗാന്ധിജി എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട സ്കൂൾ മാഷാ ഞാൻ. ഒന്നും അങ്ങനെ സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2 പെൺകുട്ടികളെ എങ്ങനെ വളർത്തി എന്ന് ചോദിച്ചാ എല്ലാം എങ്ങനെയോ നടന്നു, അത്ര തന്നെ. ലക്ഷ്മിയെ കെട്ടിച്ചു വിട്ടതും ഉണ്ണിക്കുട്ടന്റെ പ്രസവവും എല്ലാം കൂടെ വലിയൊരു തുകയായി. പിന്നെ ആ ബസ് അപകടം, അതിലാ എന്റെ മൂത്ത മോളും ഭർത്താവും നഷ്ടപ്പെട്ടത്. മനസ്സ് പിടഞ്ഞത് അപ്പോഴാ. പിന്നെ ഉണ്ണിയെ നോക്കാനുള്ള ചുമതല ദേവിയുടേതായി. ഞാൻ ഇതൊക്കെ പറഞ്ഞു മുഷിപ്പിക്കുന്നത് മനസ്സിലൊരു ഉദ്ദേശം വെച്ചുകൊണ്ടാ. ദേവിയെ കാണാൻ ഇന്നലെ 2-3 പേര് വന്നിരുന്നേ. ചെറുക്കൻ ദുബായിലാ. അവര് പോയി കഴിഞ്ഞപ്പോ അവൾ എന്നോടൊരു പേര് പറഞ്ഞു, ഭരതൻ. ഭരതനെ വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലാണ് പരിചയപ്പെടേണ്ടി വന്നതെങ്കിലും ദേവിക്ക് അങ്ങനെ തോന്നണമെങ്കിൽ അവൾ എന്തോ തന്നിൽ കണ്ടിട്ടുണ്ടാവണം. സ്ത്രീകളുടെ മനസ്സല്ലേ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മാഷേ. മാഷം നിന്നെ വിളിക്കണ്ട, അല്ലേ ദേവി? ഇത് നിനക്ക് ജോലിക്ക് വേണ്ടിയുള്ള ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ. ഡ്രൈവിംഗ് അറിയാമെന്നല്ലേ പറഞ്ഞിരുന്നത്? അതെ. RDO എന്റെ പൂർവ്വ വിദ്യാർത്ഥിയും സുഹൃത്തുമാണ്. ഒരു ഡ്രൈവർ ജോലി ശരിപ്പെടുത്തി വച്ചിട്ടുണ്ട്. സൗകര്യം പോലെ പോയി അദ്ദേഹത്തെ കാണണം. പിന്നെ ഞാനും ദേവിയും ഉണ്ണിക്കുട്ടനും കൂടെ തന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അതെപ്പോഴാണെന്ന് പറയുന്നില്ല, കഴിയുന്നതും വേഗം. കേട്ടല്ലോ, പയ്യൻ നല്ലൊരു ജോലിയും വാങ്ങി സുന്ദരി പെണ്ണിനെയും കെട്ടി വെട്ടുകാരന്റെ വീട്ടിൽ പൊറുതി തുടങ്ങാൻ പോവുക. ബോംബെന്ന് ശിവയെന്ന് ആളെ കൊണ്ട് ഒതുക്കാൻ നോക്കിയവര് ഇനി സ്വന്തമായിട്ട് അങ്ങ് ഒതുങ്ങിയാ മതി. അല്ല, കോളനിക്കാർ മുഴുവൻ അവനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന സ്ഥിതിക്ക് ഇനി വഴക്കും കുത്തും വെട്ടുമെല്ലാം ഒതുക്കി അവനുമായി സന്ധി ചേരുന്ന നല്ലത്. അതിപ്പോ വലിയ ബുദ്ധിയൊന്നുമല്ല, വേറെ ഗത്യന്തരമല്ല, അത് തന്നെ. ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകാൻ പോവാ. ഇനി ഇവിടെ ദാതയാകാന്നുള്ള ദിവാസ്വപ്നം കാണാൻ ഞാനില്ല. ഇനി അമ്മയ്ക്ക് ഇതുപോലെ താമസിക്കാൻ ഒരാളെ കൈ പിടിച്ച് കയറ്റേണ്ടി വരും. ആരാണെന്ന് പറയണ്ടല്ലോ. നിൽക്കാതെ ഇനിയെങ്കിലും ഒന്ന് ചിരിക്ക്. പിള്ളേർക്ക് നേരെ നെറി അറിയാൻ പ്രായമായി. നിന്റെ കുരുട്ടും കുഞ്ഞായ്മയും ഒന്നും ഇവിടെ ചെലവാവത്തില്ല. ചിരിക്ക്. ചിരിക്കാൻ. അയ്യോ ചേച്ചി, നമ്മൾ തമ്മിലുള്ള വഴക്കൊക്കെ ഇങ്ങ് മറന്നേക്കണം. പിന്നെ ഞാനും ഭരതേട്ടനെ പോലെ കെട്ടാൻ പോവാ. നീ കെട്ടാൻ തോന്നുന്നു? ആരാ ആള്? ആള് ഭരതേട്ടൻ പറഞ്ഞ ആള് തന്നെ. അതായിക്കോട്ടെ, എന്റെ തങ്കമ്മ ചോദിച്ചത് അതാരാന്നാ? ചതിച്ചോ? അല്ല, ആശാൻ ഡ്രൈവർ പണിക്ക് പോകുമ്പോ നമ്മൾ എന്ത് ചെയ്യും? നമ്മളും കൂടെ വരും, അല്ലടാ പപ്പ? അതിപ്പോ ആലോചിക്കേണ്ട ഒരു പ്രശ്നം. ആലോചിക്കാനോ? ഞാനും കൂടി ഇല്ല, താൻ ഒറ്റയ്ക്ക്. ആനന്ദം കൂടി ഉള്ളപ്പോ. ഓഹോ, അത് ശരി.
ഇപ്പൊ എന്റെ സ്ഥാനത്ത് അവളാണല്ലേ? ഏതായാലും ഇങ്ങനെ ഒരു ദിവസം സത്യത്തെ ഞാൻ പ്രതീക്ഷിച്ചില്ല. നന്നായി. മോൻ ഇഷ്ടപ്പെട്ട പത്തിരിയും കോഴിക്കറിയും ശരിയാക്കുന്നുണ്ട്. അപ്പൊ കുശാലായി. ഭരതാ, നമുക്ക് അല്പം സംസാരിക്കാനുണ്ട്. വാ, പുറത്തേക്ക്. വിവരങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്നേ. ജോലിക്ക് പോണമെന്നും കല്യാണം കഴിക്കാൻ പോണമെന്നും ഒക്കെ. അപ്പോ ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവുമെങ്കിലും നമ്മൾ തമ്മിൽ ഇനി ശത്രുത വേണ്ട. വെട്ടുകാരനുള്ളപ്പം മുതലുള്ള പിണക്ക അത് നമുക്ക് ഇന്നോടെ മാറ്റാം. അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യത്തിന് സഹകരിച്ചു പോയ കോളനിക്കാ ഗുണം. അതിന് എനിക്ക് എതിർപ്പൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് കൈകൊടുത്ത് സ്നേഹത്തോടെ കഴിയാൻ വേണ്ടിയാ ഇപ്പൊ വന്നേ. ഈ കോളനിയിൽ ഇങ്ങനെയൊന്നും ആദ്യ അതൊന്നും ആഘോഷിക്കാതെ പറ്റുകയില്ല. അതെ അതെ, ആഘോഷിക്കണം. ആഘോഷമൊക്കെ കഴിഞ്ഞില്ലേ? ഇനി ഒരു ചെറിയ അടങ്ങും കൂടിയുണ്ട്. ചെമ്പുകാട്ടിലത്തിലെ നമ്പൂരി ജപിച്ചു മൂടിത്തുന്ന കുടവായത് ശത്രുത മുഴുവൻ അങ്ങ് ഒഴിയാൻ, വളങ്ങളുടെ മൊത്തം ഐശ്വര്യത്തിന്. ധൈര്യശാലിയായ അതുവാഹനായ ചെറുപ്പക്കാരൻ ഇത് പുഴയെ കൊണ്ടുപോയി പൊട്ടിച്ചൊടുക്കണം. ഭരത, നീയുള്ള ഈ കോളനിയിലെ ഇന്ന് പറ്റിയ ആള്. നീ ഇത് കൊണ്ടുപോയി തെക്കേക്കരയിൽ പൊട്ടിച്ചൊടുക്കണം. എന്റെ ഒരു അപേക്ഷയാണ്. നമുക്കിനിയെങ്കിലും മനസമാധാനത്തിൽ ഒരുമിച്ച് കഴിയണം. ഓ, അതൊന്നും വേണ്ട. മനസ്സുകൊണ്ട് സ്വർണ്ണയായില്ലേ, അത് മതി. ഈ കോളനിയുടെ നന്മയ്ക്ക് വേണ്ടിയല്ലയോ മോനെ? ഒരു നല്ല കാര്യത്തിനല്ലയോ? അതും കൂടെ അങ്ങ് കഴിച്ചേര്. അതെ, ചെല്ലു മോനെ. വേലായുധൻ ചേട്ടൻ ഇത്രയും പാടുപെട്ട് കഴിച്ചോണ്ട് വന്നല്ലേ? അതെ ചേട്ടാ. ആ, താ. ഞാനും കൂടെ വരാം. നീ വീട്ടിൽ പോയിക്കോ. പോവാം. പോകാം. ഒന്ന് വലം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഉടച്ചാ മതി. അതോടെ എല്ലാം തീരും. വേണ്ട രാഘവ, ഇനി വഴക്ക് വേണ്ട. വേണോടാ, നീ ചാകും പറ വേണം. നീ ജീവനോടെ ഇരുന്നാൽ പിന്നെ ഈ കോളനിയിൽ രാജാവാകാൻ, താഴെയാകാൻ. അത് വേണ്ട. ഒറ്റയന്മാരെ പോലെ ആരെങ്കിലും ഒരുത്തൻ കുത്തിച്ചാവണം. നീ തന്നെ എത്തൂ. നിനക്കറിയാവടാ, ഈ രാഘവനും വേലായുധനും കൊമ്പനൊന്നും അല്ല നിന്റെ തന്നേ കൊന്നത്. ഈ ഞാനാ, അണലിത്തോമ. ഇതുകൊണ്ട് നീ ഇതുകൊണ്ട് തന്നെ ഒതുങ്ങാൻ പോവാടാ. കൊല്ലവനെ.
ചേട്ടാ എന്താ ഇത്